Many happy returns of the day. നല്ല ആളാ. ഞാൻ വിചാരിച്ച അമ്പലത്തിൽ വരുമെന്ന്. അയ്യോ, ഞാൻ അമ്പലത്തിൽ വന്നാ കുഴപ്പമില്ലയോ? അതെന്താ? ദേവിയെ തൊഴുന്നതിന് പകരം മിനി പുറമോട്ട് നോക്കി നിൽക്കും. പ്രസാദം. ആട്ടെ, എന്റെ പിറന്നാളായിട്ട് ഞാൻ എന്താ പ്രാർത്ഥന ശശിയേട്ടൻ അറിയാമോ? ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ. അതല്ല. പിന്നെ ശശിയേട്ടന് വേഗം ജോലി കിട്ടണമെന്ന്. കിട്ടത്ത്. നിന്റെ അച്ഛന്റെ ശുപാർശ ഫലിച്ചില്ലെങ്കിലും ദേവിയുടെ ശക്തിയെങ്കിലും ഫലിക്കുമല്ലോ. ദേവിയുടെ ശക്തി ഫലിക്കും അല്ലേ? കണ്ടോ? കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി തുടങ്ങിയോ? ഇത് കുറുപ്പത്തിലെത്തുമെന്ന് അറിയിക്കണമല്ലോ. ഞാൻ പറഞ്ഞാലൊട്ട് വിശ്വസിക്കത്തുമില്ല. മാരാനെ കൊണ്ടുവരാം. പിറന്നാളിന്റെ പായസം അമ്മാന്റെ കൊടുത്തയക്കാൻ. വേണ്ട. എന്താ, പായസം ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പിന്നെ നമ്മളെ തന്നെ മറന്നുകൂടാ. കുറുപ്പദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നിയാൽ പിന്നെ മിനിയെ കാണാൻ എനിക്ക് കഴിയാതെ വരും. മിനിച്ചല്ലേ? ശിവരാമ, എന്തോ? എത്ര പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല. 25,000 ധാരാളം പേര് കാത്തു കിടക്കുക. അപ്പൊ വെറുതെ ഒരാളെ എടുക്കണമെന്ന് പറഞ്ഞാൽ അവര് കേൾക്കുവോ? അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 10,000 കൊടുക്കാമെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. 10,000മോ? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ.
അല്ല, തന്റെ മകന്റെ ജോലി കിട്ടുന്ന കാര്യമല്ലേ? ഞാൻ കടം കൊണ്ട് ആകെ മുങ്ങിയിരിക്കുക. ഉള്ള കിടപ്പാടം വിറ്റാലും ഈ തുക ഉണ്ടാക്കാൻ പറ്റുമോന്ന് തോന്നുന്നില്ല. ഏതായാലും കിടപ്പാടം വിൽക്കണ്ട, ഞാൻ കൊടുത്തേക്കാം. ശശിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ തന്നു നിർത്താൻ മതി. അങ്ങനെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയല്ല. എന്താ ശിവമായത്? അവൻ എന്റെ മകനെപ്പോലല്ലേ? അച്ഛാ, അല്ല, പായസമോ? ഇന്നെന്താ വിശേഷം വല്ലതുകൊണ്ടോ? ഇന്ന് ചേച്ചിയുടെ പിറന്നാളാ. ആഹാ, മിനിക്കുഞ്ഞെന്തിയെ? അവൾ അമ്പലത്തിൽ പോയിരിക്കാം. ശിവരാമ, ആ, മിനിക്കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. അച്ഛാ, പ്രസാദം. കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മവാ പ്രസാദം. അച്ഛാ, ഞാൻ ശാരദയുടെ പേരിൽ ഇന്നൊരു അർച്ചന നടത്തി. ശിവരാമ, എന്തോ? ഈ കുഞ്ഞുങ്ങളുടെ ഒത്തൊരുമ കാണുമ്പോ എനിക്ക് ഭയമാ. അതെന്താ അങ്ങനെ? കാരണം വിവാഹം കഴിഞ്ഞാൽ അവൾ എങ്ങനെ വേർപിരിഞ്ഞ് കഴിയും എന്ന് വെച്ച് പെൺകുട്ടികളെ പറഞ്ഞയക്കാതിരിക്കാൻ പറ്റൂ? ആ, ഈശ്വരൻ അനുഗ്രഹിച്ചാൽ 2 വിവാഹം ഒരുമിച്ച് നടത്തണം. അങ്ങയുടെ നല്ല മനസ്സിന് എല്ലാം മംഗളമായിട്ട് നടക്കും. തിരുമധുരം. ആ, അത് പാടില്ല. പാപ്പിളിക്ക് ചേച്ചിക്ക് എന്റെ പിറന്നാൾ സമ്മാനം. എന്താ ഇത്? നല്ല സാരി. അമ്മേ നാരായണ. മോനെ ശശി, അച്ഛൻ കുറുപ്പദ്ദേഹത്തെ കണ്ടോ? കണ്ടു മോനെ. സ്കൂളിൽ കൊടുക്കേണ്ട പണം അദ്ദേഹം കൊടുക്കാവെന്ന് പറഞ്ഞു. ഓ, അപ്പൊ ചേട്ടന് ജോലി കിട്ടുമോ? കിട്ടുമടി പെണ്ണേ. ആ മോനെ, ശമ്പളം കിട്ടുമ്പോ മാസം തോറും ആ പണം മോനങ്ങ് അടച്ചു തീർക്കണം കേട്ടോ. അടയ്ക്കാൻ വെച്ചാ. എന്റെ ഈശ്വര, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോന് എന്നെ പോലൊരു കാര്യസ്ഥനായിട്ട് കഴിയുമായിരുന്നു. മോനെ, നീ അതൊരിക്കലും മറക്കരുത്. ഇല്ലച്ച. അച്ഛാ, ചേട്ടന് ജോലി കിട്ടിക്കഴിഞ്ഞാ നമുക്കൊരു കാര്യം ചെയ്യണം. എന്താണ് മോളെ? ചേട്ടന് ഒരു ചേട്ടത്തെ കൂടി കണ്ടുപിടിക്കണം. ഒടിയോർന്ന് നീ വലുതായി നിന്റെ കല്യാണം നടക്കാതെ ഈ വീട്ടിൽ ഒരു ചേട്ടത്തെയും വരികയല്ല. ഞാൻ അച്ഛനെ വിട്ട് എങ്ങും പോവില്ല. ഓ, അത് ഇപ്പോഴല്ലയോ. കല്യാണം കഴിഞ്ഞ് നീ ഒരു 2 ദിവസം അച്ഛന്റെ അടുത്ത് നിക്കടി എന്ന് പറഞ്ഞാ, അയ്യോ അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെയാന്ന് പറഞ്ഞ് നീ ഓടുകയല്ലയോ? എന്താണോ പിള്ളേ ഈ കതിരൊരു മുഴുപ്പില്ലാത്തത്? വളത്തിന് കൊടുക്കുന്ന കാശ് കൂടുതലും കാര്യസ്ഥന്റെ പെട്ടിയിൽ വീണാൽ കതിരിന് എങ്ങനെ മുഴുപ്പ് കാണും? ഞാൻ എന്റെ നേർബുദ്ധി കൊണ്ട് പറഞ്ഞതാണേ. എന്നാണോ തന്റെ ഏഷണി പറച്ചിലൊന്ന് അവസാനിപ്പിക്കുന്നത്? തകർദം തരികിട തകർദം തരികിട തകർദം തരികിട തകർത്തരിക്തിക 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 താ. അല്ല മാരാറോ, ഉച്ചപ്പുഴ കഴിഞ്ഞ് വരികയായിരിക്കും. ആന്നേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? അങ്ങോട്ട് വന്നൂടെ? ആട്ടെ, എന്താ കാര്യം? അല്ല, അത് വീട്ടിൽ വെച്ച് പറയുന്നതാവും ഭംഗി. എവിടെയായാലും ഭംഗികളൊന്നുമില്ല. പെരുവഴിയാണല്ലോ രഹസ്യം പറയാൻ പറ്റിയത്. പറഞ്ഞോളൂ. എന്നാ പറയാം. അങ്ങ് ദേഷ്യപ്പെടരുത്. മിനിക്കുഞ്ഞിനെ എത്രയും വേഗം ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. ഇതാണോ? ഇത് നല്ല കാര്യമല്ലേ? അതിനെന്താ ദേഷ്യപ്പെടുന്നത്? അമ്പലമുറ്റത്ത് വെച്ച് അങ്ങോട്ട് പറയടോ, അയാളൊരു വിക്കല്. നമ്മുടെ മിനിക്കുഞ്ഞും ആ ശശിയും കൂടെ. എന്താണോ താൻ പറയുന്നത്? മാരാര് പറയുന്നത് നേരാ. നാട്ടിലൊക്കെ പാട്ടാ. കടലില് നുള്ളിക്കളയുന്നതാ നല്ലത്. പെൺപിള്ളേര് പ്രായമായാലേ മടിക്കുത്തിൽ തീക്കട്ട വെച്ച് നടക്കുന്നത് പോലെയാ. അല്ല, എന്താ പറയാനേ? ഒരു 2 പറ നെല്ല് കിട്ടിയാ കൊള്ളാമായിരുന്നു. എന്താ വീട്ടിലേക്ക് വന്നോളൂ. ഒന്ന് മാറണം മാരാരെ. നന്ദികെട്ട പലിശ. പാലുകുട്ടി കഴിക്കുകയാണ് തിരിഞ്ഞു കൊത്തുവന്ന് ഞാൻ തീരെ കരുതിയില്ല. അങ്ങയുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന ചെറുക്കനാണ്. അങ്ങയുടെ സഹായം കൊണ്ടാണ് അവൻ പഠിച്ച ആളായത്. ആ നന്ദി അവൻ ഒരിക്കലും മറക്കില്ല. പറഞ്ഞാൽ മാത്രം പോരടൂ,
പ്രവൃത്തികളൊന്ന് കാണിക്കണം. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അങ്ങ് പറയൂ. ശിവരാമ, എന്റെ മകളുടെ ഭർത്താവാകാനല്ല നിന്റെ മകനെ ഞാൻ പഠിപ്പിച്ചത്. അയ്യോ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എടാ, നിന്റെ മകൻ എന്റെ മകളുടെ പിന്നാലെയാണ് ഇപ്പൊ നടപ്പ്. ഇതാര് പറഞ്ഞു? നാട്ടിൽ പാട്ടാണോ? അമ്പലവട്ടത്തും ആൾത്തറയിലും കാവിലുമൊക്കെ പ്രായമായ ഒരാളും പെടുന്ന രഹസ്യം പറഞ്ഞ എന്താണ് അതിനർത്ഥം? ഏതായാലും നടന്നു. മേലാൽ എന്റെ മകളോടൊപ്പം മിണ്ടിപ്പോയാൽ അന്ന് ഞാൻ ഈ വീട് വെക്കും. അമ്മേ, ഇന്ന് വരെ നീ എന്റെ കാര്യസ്ഥനായിരുന്നു. എനിക്ക് മാനമാണോ വലുത്? മേലാൽ എന്റെ തറവാടിന്റെ പടി കടന്നു പോയി. സൗദാമിനി, ഈ തറവാട് ഏതാണെന്ന് നിനക്കറിയാമോ? അറിയാമോ എന്നാ ചോദിച്ചത്. തന്നിഷ്ടം കാണിച്ചുള്ള പെണ്ണുങ്ങളുടെ തല വെച്ചിട്ടുള്ള തറവാടാണിത്. മിണ്ടിപ്പോരുത്. മേലാൽ ഈ പടിക്ക് പുറത്ത് കിടന്നാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. പോകത്ത്. നിക്കട അവിടെ. എന്താ അച്ഛാ? അച്ഛനും? ഇനി ഞാൻ നിനക്ക് അച്ഛനുമല്ല, നീ എനിക്ക് മകനുമല്ല. അച്ഛാ, ശബ്ദിച്ചു പോകരുത്. എടാ, ചാരുമൂട്ടിലെ കുറുപ്പദ്ദേഹത്തിന്റെ മകൾ സൗദാമിനി കുഞ്ഞ് നിനക്കാരാ? ആരാണെന്നാ ചോദിച്ചത്? സൗദാമിനി കൊന്നവൻ ഞാൻ. അവൾ നിന്റെ യജമാനത്തെയാണടാ. ഈ കുടുംബത്തിന്റെ കാണപ്പെട്ട ദൈവമാണ്ടാ കുറുപ്പദ്ദേഹം. അദ്ദേഹത്തിന്റെ മകളെയാണോ നീ പഠിപ്പിക്കാൻ നോക്കുന്നത്? അച്ഛനോട് ആര് പറഞ്ഞു? ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. വഴിക്ക് വെച്ച് കണ്ടവൻ സംസാരിക്കുന്നത് തെറ്റാണോ? ആണടാ, അവളൊന്ന് കുഞ്ഞല്ല. പ്രായമായ നിന്റെ ഈ സഹോദരി അന്യൊരുത്തന്റെ കൂടെ നിന്ന് രഹസ്യം പറയുന്നത് കണ്ടാൽ നീ സഹിക്കുമോ? എടാ, തിന്ന ചോറിന് നന്ദികേട് കാണിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? എന്തോ എനിക്കറിഞ്ഞുകൂടാ. ആ വലിയ മനുഷ്യൻ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് സങ്കടപ്പെട്ടിട്ടാണ് പോയത്. എന്റെ ജോലി പോയതിൽ എനിക്ക് വിഷമമില്ല. ഇനി ഈ കാര്യത്തെ ചൊല്ലി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ നിന്റെ അച്ഛനെ നീ കാണില്ലെന്ന് കരുതിക്കോ. അഹിതം തോന്നരുത്. ഈ കുടുംബത്തോടുള്ള കൂറുകൊണ്ട് പറയുക. പ്രാണപ്പെട്ട കാര്യം പറയൂ. മുള്ളു ചെന്ന ഇലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും ആർക്കാ ദോഷം? ഇലക്കാണെന്ന് വെച്ചോ. ഉപദേശിക്കാണെന്ന് അവിടുന്ന് ധരിക്കരുത്. എങ്ങനെയും മിനിക്കുഞ്ഞിന്റെ വിവാഹം ഉടനെ നടത്തണം. അത് തരത്തിലുള്ള ആളെ കിട്ടണ്ടേ? നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അവിടെ നിന്ന് മൂളിയാ മതി. രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഇളയ കുട്ടിക്കും പറ്റിയൊരു ബന്ധം കയ്യിലുണ്ട്. വലിയൊരു കൃഷിക്കാരന്റെ മകനാ. ഓഹോ, എന്നത്താൻ ആലോചിച്ചോളൂ. ഓ, പിള്ളേ. എന്തോ? അപ്പോ ഇന്ന് തന്നെ പുറപ്പെട്ടോട്ടെ. ഓഹോ, ഇയാൾക്ക് വഴിച്ചിലുള്ള കാശ് കൊടുക്കൂ. ഓ, ഒരു പറ നെല്ല് മതിയോ? പുഴിഞ്ഞു കുത്തി കഞ്ഞി കുടിക്കാനല്ല. താനൊരു 25 രൂപ തന്നാട്ടെ. രണ്ടടുത്ത് പോണം. 30 തന്നേക്കാം. 5 എനിക്ക്. ഓ ഓ, വാ. അച്ഛനോടൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ പിണങ്ങുമോ? എന്താ മോളെ? ചേച്ചി സന്തോഷമായിരിക്കുന്നത് കാണണമെന്നുള്ളതല്ലേ അച്ഛന്റെ ആഗ്രഹം? മനസ്സിലായില്ല. ചേച്ചി കൊച്ചിലെ മുതൽ മനസ്സുകൊണ്ടൊരാളെ ഇഷ്ടപ്പെട്ടു. ആ നിലയ്ക്ക് അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്ന അല്ലേ അച്ഛാ നല്ലത്? നീ ചേച്ചിക്ക് വേണ്ടി ശുപാർശയ്ക്ക് വന്നിരിക്കുകയാണോ? അല്ല അച്ഛാ, ചേച്ചിയുടെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ ഞാൻ പറഞ്ഞത്. നിനക്ക് നിന്റെ ചേച്ചിയുടെ കണ്ണുനീരാണ് വലുത്. പക്ഷേ എനിക്ക് എന്റെ തറവാടിന്റെ അഭിമാനമാണ് വലുത്. ചാരമുട്ടി തറവാട്ടിലെ ഒരു പെൺകുട്ടിയെയും അവിടുത്തെ കാര്യസ്ഥന്റെ മകനെ ഇതുവരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഗതികേട് വന്നാൽ ഈ അച്ഛൻ തന്നെ ജീവിച്ചിരിക്കില്ലെന്ന് അവരോട് പറഞ്ഞേക്ക്. ഒന്ന് കുലിക്ക്.
കുപ്പി നോക്കിയാടി. എന്തിന്? എടീ, ഇതിനകത്ത് ഈ വെള്ളം എങ്ങനെ വന്നടി? മത്തട കെട്ടി ഒഴിക്കുന്ന വെള്ളം നിങ്ങളുടെ വയറ്റിലാണോ പോകുന്നത്? അത് നേരാ. എന്നാലും ഇത്രയും കുലുങ്ങുവാടി. എന്റേത് കുലുങ്ങും. അതെ, എപ്പോഴാ തിരിച്ച് എഴുന്നള്ളത്ത്? എന്താ വേണം? നീ ഒരു 2 രൂപ തന്നേക്ക് പോ. കള്ളു പിടിക്കാനല്ലേ? എന്റെ കാശില്ല, പാടുപെട്ടാ കാശുണ്ടാക്കുന്നത്. ഓ, നീ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാനും കുറച്ച് കറിയുന്നുണ്ടടി. എരുപ്പാത്തിന് പറഞ്ഞോണ്ടല്ലോ. ഈ ചന്തയിൽ 1 കിലോ തൂങ്ങാൻ 30 വഴുതനങ്ങയെങ്കിലും വേണം. പക്ഷെ നിന്റെ വഴുതനങ്ങ 15 മതിയെന്നാണല്ലോടി ജനം പറയുന്നത്. മറ്റുള്ളവരെ പറ്റി പരദർശനം പറഞ്ഞപ്പോ എന്നെ പറ്റിയുമായോ? പറഞ്ഞാലെന്താ? ഞാനൊരു പുഴുന്താണെന്ന് നീ നാടുകളാണെന്ന് പറയുന്നില്ല. അല്ലേ? നിങ്ങളൊരാണായിരുന്നെങ്കിൽ ഞാൻ ഈ മലക്കറിയും ചെന്നുകൊണ്ട് കഷ്ടപ്പെടണമായിരുന്നു. അതെങ്ങനാ? നേരം വെളുത്ത അന്തി വരെ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞു നടക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ചാരുമൂട്ടിലെ കുഞ്ഞിനെ പറ്റി നിങ്ങൾ പരദൂഷണം പറഞ്ഞ് സൂക്ഷിച്ചു വേണം. എന്താ സൂക്ഷിക്കാനാ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ആ ശിവരാമന്റെ മോൻ ആ പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കാനുള്ള യോഗ്യ കൊണ്ടോടി. എന്നിട്ട് അവന്റെ ഒരു പ്രേമം കണ്ടിട്ട് സഹിക്കുന്നില്ലേ? അവരെ കുഞ്ഞുനാൾ പോലെ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. തമസേച്ച എന്താ തെറ്റ്? കടമ്പ ചാടിക്കുന്നല്ലേ നിന്റെ വീട്ടുപേര്. നിന്റെ അമ്മ നിന്റെ അച്ഛന്റെ കൂടെ ചാടിപ്പോയി, നീ എന്റെ കൂടെ ചാടിപ്പോയി. ആ നീ ഇതല്ലേ പറയൂ? എന്റെ വാഴൊഴിഞ്ഞു വരും. ഞാൻ പിന്നെ പറയും, ഇപ്പോഴേക്കും ഇങ്ങോട്ട് പോകും. ആ കാപ്പി അവിടെ കൊടുക്ക, ഈ കാപ്പി ഇവിടെ കൊടുക്ക. ഇവൾ എന്റെ മൂത്ത മകൾ സൗദാമിനി. ഇവൾ ഇളയ മകൾ ശാരദ. ഈ ചടങ്ങ് ഞാൻ ഒന്നിച്ചു വെച്ചത് രണ്ടുപേരുടെയും കല്യാണം ഒരു പന്തലിൽ വെച്ച് ഒരുമിച്ച് നടത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങൾക്കും അത് സന്തോഷമാണ്. ആ ചെറുക്കനിട്ടിരിക്കുന്ന ഉടുപ്പും കൂട്ടും കണ്ടോടാ, അതുപോലെ വേണം നീയും കല്യാണത്തിന് വരാൻ. ഞാനും അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ അച്ഛനും പിള്ളേരും മകനുമായി ആലോചിക്കുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? ഞങ്ങൾ കൃഷിക്കാരാ, അതുകൊണ്ട് വീടും നിലവും ശാരദയുടെ വീതത്തിൽ കിട്ടണം. എനിക്കൊരു വിരോധമില്ല. എന്റെ മോൻ എഞ്ചിനീയറാ, അവൻ ഇവിടെ വന്ന് താമസിക്കില്ല. എനിക്ക് ഉള്ളതെല്ലാം എന്റെ ഈ 2 പെൺപിള്ളേർക്കുള്ളതാ. പണമായിട്ട് വേണമെന്നുള്ളവർക്ക് പണമായിട്ട് തരാം, പറമ്പും പരടവും വേണമെന്നുള്ളവർക്ക് അങ്ങനെയാവാം. എനിക്ക് തർക്കമില്ല. എനിക്കൊട്ടുമില്ല. തള്ളയില്ലാതെ വളർന്ന കുഞ്ഞുങ്ങളാ, അവർക്ക് നല്ല വിവാഹം വന്നു ചേരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഇതിനൊക്കെ ഒരു വിധിയുണ്ട് മിസ്റ്റർ കുർപ്പേ. സമയാവുമ്പോ അതങ്ങ് നടക്കും. എന്നാൽ ഇനി നമുക്ക് തീരെ നിശ്ചയിക്കാം. ഓ, മാറാരേ, ചേട്ടാ, മിനി ചേച്ചി ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. ശശിയേട്ടന് എന്റെ വിവാഹം നിശ്ചയിച്ച വിവരം അറിഞ്ഞിരിക്കുന്നില്ല. ഞാനിപ്പോൾ വീട്ടു തടവിലാണ്. ശശിയേട്ടനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം ഞാൻ ആലിൻചോട്ടിൽ വരും. എനിക്കൊരു ജീവിതം തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശശിയേട്ടൻ അവിടെ കാത്തു നിൽക്കണം. ഇല്ലെങ്കിൽ എന്റെ ജഡം നാളെ അമ്പലക്കുളത്തിൽ കാണും. ദേവി, എനിക്ക് മാപ്പ് തരൂ. എന്റെ വേദന ദേവിക്കറിയാമല്ലോ. സ്നേഹിച്ച പുരുഷനോടൊത്ത് ജീവിക്കാൻ ഞാൻ പോകുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആരോടും പറയാതെ ചേച്ചി ഈ വീട് വിട്ടു പോവുകയാണോ?
ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷനോടൊത്ത് ജീവിക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല ശാരദ. ശശിയേട്ടൻ ചേച്ചിക്ക് അച്ഛനേക്കാൾ വലുതാണോ? ഇന്ന് രാത്രി ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നാളെ ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുമെന്ന് ചേച്ചിക്കറിയാമോ? നാട്ടുകാരുടെ മുൻപിൽ മാനക്കേട് കൊണ്ട് തല നിവർത്താനാകാതെ അച്ഛൻ ആത്മഹത്യ ചെയ്യും. ശാരദ, ചേച്ചിയോടൊപ്പം ഒരേ പന്തലിൽ നടക്കേണ്ടതാണ് എന്റെയും വിവാഹം. വല്ലവന്റെയും പിറകെ ഓടിപ്പോയവരുടെ അനുജത്തെ സ്വീകരിക്കാൻ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ തയ്യാറാകുമോ ചേച്ചി? ഈ കുടുംബത്തോടും ഞങ്ങളോടും തരുമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ചേച്ചി ഒരു ഉപകാരം ചെയ്യണം. എനിക്കും അച്ഛനും അല്പം വിഷം തന്നു കൊല്ലും. എന്നിട്ട് ചേച്ചി ശശിയേട്ടന്റെ കൂടെ ഒളിച്ചു പോയിക്കുള്ളൂ. ശാരദ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചേച്ചിയുടെ ഇഷ്ടം. ശാരദ, എന്നോട് ക്ഷമിക്കൂ ശാരദ, എന്നോട് ക്ഷമിക്കൂ.
മാരാരങ്ങനെ ചെറിയവനാണെന്നൊന്നും കരുതണ്ട. കോലകവി മാരാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ? ചാരായം പുതിരക്കുടിച്ച് ചിരവ പല്ലും ഈളിച്ചങ്ങനെ ഓരാ തോളിൽ കടിച്ചു തൂങ്ങും എരുമത്തോലിട്ട നൽച്ചണ്ടയും പാരാതങ്ങനെ ക്ഷേത്രവൃത്തി പലനാൾ ചെയ്യുന്ന കോമാളിയാം മാരാരാണി ഉലകിൻ പേരായ നാരായണൻ. ഏതാ ഇനി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ അങ്ങനെയാട്ടെ. എന്താ പിള്ളേ, എല്ലാം ഭംഗിയായി കഴിഞ്ഞില്ലേ? ഊണും കൊടുത്ത് ഓരോ കൂട്ട ചോറും കൊടുത്താ ജോലിക്കാരെ തയ്ച്ചത്. മറ്റുള്ള വീട്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പും പാർപ്പും ഒക്കെ സന്ധ്യയ്ക്ക് മുമ്പ് അതൊക്കെ തേച്ചെഴുതി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തയച്ചേ. വളരെ സന്തോഷം. നിങ്ങളെയൊക്കെ ശ്രമം കൊണ്ട് അടിയന്തരം മംഗളമായി കലാശിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബകാര്യം പോലല്ലേ? അച്ഛാ, എന്താ മോളെ? മണി 11 കഴിഞ്ഞു. അച്ഛൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. വരുന്നു മോളെ. മാധവൻകുട്ടി, എന്താ അമ്മവ? ഇനി പോയി കിടന്ന് ഉറങ്ങ. ഞാൻ പാതിര കഴിഞ്ഞ് ഉറങ്ങാറുള്ളൂ. ഇതാണ് പിള്ള, ഇപ്പോഴത്തെ കാര്യത്തിലാ. ഇനി നിന്റെ മേന്തോട്ടത്തിൽ വേണം ഭരണം. നാളെ മുതൽ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. 2 കൊല്ലമായി എനിക്ക് വാദത്തിന്റെ അല്പം അസുഖമുണ്ട്. ഇതുവരെ കൂട്ടാക്കിയില്ല. ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം. അത് വേണ്ടതാ. ഈശ്വരന്മാർക്ക് പോലും മക്കളുണ്ടായാൽ വിശ്രമമാണ് വിധിച്ചേക്കുന്നത്. മാധവൻകുട്ടി, അറിയിച്ചല്ലേ? മാരാരെ, ഇവൻ ഈ നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അതിന് സംശയം വേണ്ട. അങ്ങുന്നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഈ കര മുഴുവൻ കൊച്ചങ്ങുന്നിന്റെ കർഷത്തിലേ. കിടക്ക വിരിച്ചിരിക്കുന്നത് കിടന്നുറങ്ങാനല്ലേ? പിന്നെ നീ എന്താ ഇങ്ങനെ തൂണുപോലെ നിൽക്കുന്നത്? നമ്മളോടാ പറഞ്ഞത്. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ ഈ നിലവും പുരയിടൊക്കെ ഒന്ന് നോക്കിയതാ. തെങ്ങിന്റെ കാഫലം വളരെ മോശമാണ്. കുറച്ച് ഫാക്ടം പോസും പൊട്ടാഷും വാങ്ങിച്ചു വേണം. ഈ രാത്രിയിൽ വേണോ? രാത്രി വേണ്ട, കാലത്തെ മതി. പിന്നെ ശാരദേ, ചേട്ടാ, എന്റെ പിടി മുറുകെ പോയാ? പിന്നെ അയ്യോടാ, ഇതൊരു 3 പറന്നെല്ലിന്റെ കനം പോലും ഇല്ലല്ലോ. ഇത് മുഴുവൻ പതിരാണ്. പാല്. പാല് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്ര താമസിച്ച്? ചോദിക്കുന്നതിന് റെഡിയായിട്ട് ആൻസർ കിട്ടണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയില്ല. തട്ടിക്കളെ. എന്താ താമസിച്ചത്? അമ്മ 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 ഇപ്പോഴാണ് പാല് തന്നയച്ചത് അല്ലേ? പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. രാത്രി 9 എന്നടിച്ചാലുടൻ ഈ മുറിയിൽ ഹാജരായിക്കൊള്ളണം. എന്തു പറയുന്നു? അപ്പോൾ ഇനി ആദ്യ രാത്രിയുടെ കർമ്മ പരിപാടികൾ ആരംഭിക്കാം. ഐറ്റം നമ്പർ 1. പുത്തൻ വധു നാണത്തോടെ ഭർത്താവിന്റെ ചുണ്ടിൽ പാൽപാത്രം ചേർത്തു പിടിക്കുന്നു. അറിഞ്ഞൂടെ? ദേ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ. ഐറ്റം നമ്പർ 2.
ഭർത്താവ് കുടിച്ചതിന്റെ മിച്ചം പാൽ ഭാര്യ കുടിക്കുന്നു, അല്ലെങ്കിൽ കുടിപ്പിക്കുന്നു. ദേ വേണ്ട, തല്ലു വാങ്ങിക്കും. അങ്ങനെ. ഐറ്റം നമ്പർ 3, ഭാര്യ ഭർത്താവിന്റെ മാറിലേക്ക് അനുരാഗ വിവശയായി ചായും. ഇനി ഐറ്റം നമ്പർ 4, ലൈറ്റ് ഓഫ്. ഇതെവിടെ പോയി? ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എവിടെ പോവുക? ഞാൻ നിലം നോക്കാൻ ഇറങ്ങിയതാ. തൂമ്പ് തുറന്നു വിട്ടോ? ഇല്ലേ, വെളുപ്പിനെ എഴുന്നിട്ട് അതും കൂടി ചെയ്തുകൂടെ? ഇത്തിരി ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയാലേ പാടത്ത് നെല്ല് വിളയത്തില്ല. ഓ, ആഹാ, ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇത് ഐറ്റം നമ്പർ 5. എന്തോന്നിത്? ചെച്ച നാണമില്ല ഇങ്ങനെ കിടക്കാൻ. എന്തിനാ? എന്നിട്ട് കാപ്പ് കുടിച്ചാട്ടെ, മണി 8 മണിയോട് അതിന്റെ പാട്ടിന് പോകാൻ പറ. നീ കിടക്ക്, നല്ല ഉഗ്രം തണുപ്പ്. അയ്യോ, അത് വേണ്ട. കാപ്പ് കുടിച്ചാട്ടെ, അപ്പൊ തണുപ്പ് മാറും. ശരി ശരി, രാത്രി കണ്ടോളാം. പിന്നെ സിഗരറ്റ് കൂടുതൽ വലിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരു നെഞ്ചുവേദന വന്നെന്ന് വെച്ച് നീ എന്നെ ശ്വാസം വിടാൻ സമ്മതിക്കില്ലല്ലോ. അച്ഛ കോഫി. ഭാഗീരഥി, കുടുംബത്തിന്റെ ഐശ്വര്യം എന്താണെന്നറിയാമോ? ഒരു നല്ല മരുമകൾ. നേരെ നല്ല വിനയവും സ്നേഹവും ഉള്ള ഒരു പെണ്ണിനെയാ ഈശ്വരൻ നമുക്ക് തന്നത്. അവന്റെ ഭാഗ്യം. 9 9 18 3 27 4 36 50 45 6 54 7 63 7 72 89 81 89 90 1 10 10 20 20 30 30 40 40 50 50 60. കാഫി ഇത്ര ഉച്ച വെച്ച് വായിക്കുന്ന വേണം. പിന്നെ അച്ഛൻ പറയുന്ന ഒന്നും പഠിക്കുന്നില്ലെന്ന്. കാപ്പി കുടിച്ചിട്ട് കുളിക്കും. സ്കൂളിൽ പോകാൻ സമയമായില്ലേ? ചുമ്മാതല്ല നിന്റെ മത്തങ്ങ കുലുങ്ങുന്നത്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മനുഷ്യ, ഇത് പുറത്തോട് മിണ്ടിപ്പോരുത്. ഞാൻ മിണ്ടുന്നില്ല. ഏയ്, നീ ആ പീച്ചാങ്കൊടുന്ന് കാണിച്ചു ഒന്ന് കാണിക്കടി. നമ്മക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്തുകൊണ്ടാ? നാട്ടിലുള്ള ജനങ്ങളെ മുഴുവനും നീ ഈ വെള്ളം കുടിപ്പിക്കുന്നതുകൊണ്ടാ. ഇത് ആർക്ക് വേണ്ടിട്ടാ? ഈ കുടുംബം നടത്താനാ? അത് വേറെ. സമ്മതിച്ചോ? എന്നാ അതോട്ടൊരു വെള്ളം കയറ്റി കള്ളുടിക്കാൻ കാശ് ഞാൻ തരാം. എന്നാലും നേരത്തെ പറയാമായിരുന്നില്ലേ? കരുതേ, ഇന്ന് മുതൽ നമുക്ക് കൂട്ട് കച്ചവടം. ഓ, സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം, രാവിലെ കയറ്റ വെള്ളം കെട്ടിക്കും. കൊച്ചു വെളുപ്പാൻ കാലത്ത് പാടത്ത് വെള്ളം കയറ്റുന്നവരാ ഞാൻ. ഇതാണോ ഇത്? ഈ പീച്ചാങ്കൊണ്ട് തുള തീരുന്നാണല്ലോ. വേറെ വലുതോട്ടാ തുള വലുതാകത്തില്ലയോ? ആ, അത് ശരിയാ. മുരുങ്ങക്കായല് വെള്ളം കയറ്റുന്നു. കേറുകയെ കയറ്റിക്കും.
ആദ്യം പടവലങ്ങക്കകത്ത് കേട്ടാ. ഉടുമല ഗണപതി തും തണക്ക കോട്ടയ്ക്ക് ഗണപതി തും തണക്ക തും തണക്ക താ. പിള്ളേ, എന്താ മാരാരെ പതിവില്ലാതെ? അല്പം പച്ചക്കറി വേണമായിരുന്നു. എന്താ വേണ്ടത്? എന്നാ പിന്നെ പടവലങ്ങ തന്നെ ആയിക്കോട്ടെ. എന്താ ഇതിനെത്ര ഘനം? ഖനമോ? ചില്ലറ വളമാണോ ഇരുന്നത്? അത് തന്നെയല്ലേ ഇവളല്ലേ നട്ടത്. എന്നാ പിന്നെ ഇതിന്റെ പാതി മതി. ഇതെന്താ ഈ പടവലങ്ങക്കകത്ത് വെള്ളം? വെള്ളം? അയ്യോ, അത് ഇവിടുത്തെ കിണറ്റിലെ വെള്ളമാ, ഒരു കുഴപ്പവും വരില്ല. ഇവിടുത്തെ കിണറ്റിലെ വെള്ളം എങ്ങനെ പടവലങ്ങക്കകത്ത് വന്നു? എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വന്നു. ഏതായാലും ഒടിച്ചു കളഞ്ഞില്ലേ, പടവലങ്ങ കൊണ്ടുവെക്കോ. എടോ, എന്തോ ഞാൻ ചെണ്ട ഊട്ടുകാരനാ. പക്ഷേ താൻ എന്നെ ചെണ്ട ഊട്ടിക്കാൻ നോക്കണ്ട കേട്ടോ. നേരത്തെ വരില്ലേ? ഓ ഷുവർ. മോനെ, ആഴ്ച തോറും എഴുത്തയക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും നീ വീട്ടിൽ വരണം. വരാൻ വെച്ചാ കുറുപ്പത്തേത്തോട് വാങ്ങിച്ച പണം കഴിയുന്നതും വേഗം കൊടുത്തു തീർക്കണം. എത്രയും വേഗം ഞാൻ ആ കടം വീട്ടാൻ വെച്ചാ. ഞാൻ വരട്ടെ. അങ്ങനെ ആകട്ടെ. ചേട്ടൻ വരട്ടെ മോളെ. ഉം? അല്ല, ശശിധരൻ നായർ എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? ഉദ്യോഗമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു. വെള്ളച്ചേട്ടന്റെ ഒരു കപ്പ് കാപ്പിയെങ്കിലും വാങ്ങി തരാതെ പോകുന്നത് ശരിയാണോ? ഉടനെ വേണോ? ഏയ്, പറഞ്ഞതേ ഉള്ളു. ഏതായാലും മിനിക്കുഞ്ഞിന്റെ പുറകെ നടന്നിട്ട് വടി കുത്തിപ്പിരിഞ്ഞു. അതിന്റെ ഒരു ചെറിയ വാട്ടം മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. പാടുന്ന ലക്ഷണമുണ്ട്. ഏയ്, ഞാൻ പാടത്തില്ല. പള്ളിക്കൂടത്തിലല്ലേ ജോലി. പ്രേമിക്കാൻ നല്ല പോലെ അറിയാമല്ലോ. ഒരു 4-5 എണ്ണത്തിന് ഒരുമിച്ച് അങ്ങോട്ട് പ്രേമിച്ചു. സൗകര്യപ്പെട്ട വയറ്റിലുമാക്കി. അയ്യോ അയ്യോ എരപ്പാളി, നീ എന്ത് പറഞ്ഞു? അയ്യോ, അയ്യോ. കല്യാണം കഴിഞ്ഞതുകൊണ്ട് 1 മാസത്തെ അവധി എടുത്ത് കാണുമെന്ന് വിചാരിച്ച്. എന്താ അതിനിടെ കോൺട്രാക്ടർക്ക് വല്ല വേല ഒപ്പിക്കാനുണ്ടോ? അയ്യോ, ഒന്നുമില്ലേ. ഒരാഴ്ചത്തെ അവധിയെടുത്ത് രണ്ടുപേരും കൂടെ ഒന്ന് നാട് ചുറ്റാൻ പരിപാടി ഇട്ടിരിക്കുക. ഹണിമൂൺ വേണ്ടതാ. ഏത് സ്ഥലത്ത് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഏർപ്പാട് ചെയ്യാം. എല്ലായിടത്തും നമുക്ക് ആളുണ്ട്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. വർക്ക് സൂപ്പറിന്റെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ. ചായ കുടിക്കാനും മറ്റോ പോയതായിരിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം. മമ്മദ്, താനെന്താ ഇവിടെ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഇവിടുത്തെ ടിവിയിലോട്ട് ഒരു സ്ഥലമാറ്റം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഈയിടെ എങ്ങാണ്ടല്ലേ തന്നെ പെരിങ്ങൽകുത്തിലേക്ക് മാറ്റിയത്? അയ്യോ സാറേ, അതൊരു കാടാ. വല്ലപ്പോഴും ഒക്കെയാ ഒരു മനുഷ്യൻ വരുന്നത്. ശരി, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. സാറ് മനസ്സ് വെച്ചാ നടക്കും. എനിക്ക് ഈ ആഴ്ച ഒരു യാത്രയുണ്ട്. അത് കഴിഞ്ഞു വന്നിട്ട് ശരിപ്പെടുത്തും. നെഞ്ചുവേദനയുണ്ടെന്ന് ഇന്നലെ കാലത്താ പറഞ്ഞത്. ഞാൻ ഡോക്ടറെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഇന്ന് എന്ത് കഴിച്ചു? പൊടിയരിക്കഞ്ഞ് കൊടുത്തിട്ട് 2 സ്പൂണേ കഴിച്ചുള്ളൂ. ഇപ്പോ ശ്വാസം മുട്ടൽ തോന്നുന്നുണ്ടോ? മാധവകുട്ടി ഒന്ന് വരൂ. അച്ഛാ, ചേച്ചിയെ വിവരം അറിയിക്കണ്ടേ? വേണ്ട മോളെ, അവൾ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നു?
അച്ഛനൊന്നുമില്ല മോളെ. സാർ, സാറിനൊരു ടെലഗ്രാം ഉണ്ട്. Father serious. Start immediately. Sir. മിനിയുടെ അച്ഛന് നല്ല സുഖമില്ലെന്നാ കമ്പി. പേടിക്കാനൊന്നുമില്ല. നമുക്കെല്ലാം പാക്ക് ചെയ്ത് ഉടനെ പുറപ്പെടാം. വരൂ വരൂ. അഞ്ഞൂറുണ്ട്, കണക്കെടുത്ത് ബാക്കി കൊണ്ടുപോവാ. മാധവൻകുട്ടി, ശവദാഹമൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. അയ്യോ, ചേട്ടൻ പോവുകയാണോ? എന്റെ അവധി തീർന്നു. നാളെ ജോയിൻ ചെയ്യണം. അപ്പോ സഞ്ജയനത്തിനോ? ഓഫീസിൽ ചെന്ന് അവധി എടുത്തിട്ട് ഞാൻ മറ്റന്നാളും എത്താം. എന്താ? പോയേ തീരുമെങ്കിൽ ഞാനെന്ത് പറയാന്? ആട്ടെ, ചേട്ടത്തിയോട് പറഞ്ഞു? പറഞ്ഞു. മാധവൻകുട്ടിക്ക് രൂപ വല്ലതും വേണം? ആ, അതൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടൻ നേരത്തെ ഇങ്ങ് എത്തിയാ മതി. ശരി, ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ. മാരാരെ, ഇവിടെ മാരാരെ. അല്ല, കുഞ്ഞ് പോവാന്നു? അതെ. സഞ്ജയത്തിന് വരില്ലേ? പിന്നെ മിനിക്കുഞ്ഞിനെ കൂടി കൊണ്ടുപോകുന്നതായിരുന്നു നല്ലത്. അതെന്താ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നിയന്ത്രിച്ചേ. അങ്ങനെ പോയില്ലേ? താൻ എന്താടോ ഈ പറയുന്നത്? ഞാൻ പറയുന്നതുകൊണ്ട് കുഞ്ഞിന് എതകേട് വല്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല. എന്താ പറയാ, മിനിക്കുഞ്ഞിന് ഇവിടെ ഒരടുപ്പമുണ്ടായത്. ഇവിടുത്തെ പഴയ കാര്യസ്ഥന്റെ മകൻ ശശിയുമായി. നേരോ? അതേ കുഞ്ഞെ, രണ്ടുപേരും കൂടി ഒളിച്ചോടാൻ വരെ ഒരുങ്ങിയതാ. ഈ കുടുംബത്തിന് നേരുകൊണ്ട് അത് നടന്നില്ല. അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്? ഇപ്പോഴില്ല, എവിടെയോ വാദ്യാരോദ്യോഗം നോക്കുകയാണ്. ഇടക്കെങ്ങാനും വന്ന് ചാടി രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയാലോ എന്ന് വെച്ച് പറഞ്ഞതാ. കുഞ്ഞു വിഷമിക്കില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവൻ ഈ അയലത്തെങ്ങാനും വന്ന കാലുമുട്ട് തല്ലി ഓടിച്ച് ഞാൻ വിടത്തുള്ളൂ. കുഞ്ഞു പോയിക്കോ. കാപ്പി. അവര് സമയത്ത് എത്തിക്കാണോ എന്തോ? ആർക്കറിയാം. സൂക്കേടെന്നും പറഞ്ഞ് ടെലിഗ്രാം അടിച്ച ഇപ്പൊ 16 അടിയന്തരം കഴിഞ്ഞിട്ടാ കിട്ടുന്നത്. അവൻ വന്നു തോന്നുന്നു. മോനെ, ടെലഗ്രാം സമയത്തിന് കിട്ടിയോ? കിട്ടി. ശവദാഹത്തിന് മുമ്പാണ് എത്തിയല്ലോ. ഓ, മിനിമോൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കും. അവള് സമയത്തിന് വല്ലതും കഴിക്കുന്നുണ്ടോടാ? എനിക്കറിഞ്ഞൂടാ. ഇവനിത് എന്തു പറ്റി? ആദ്യമായിട്ടല്ലേ ഭാര്യയെ പിരിയുന്നത്. മനസ്സിന് വിഷമം കാണും.
കുഞ്ഞിന് ഇവിടെ ഒരു അടുപ്പമുണ്ടായിരുന്നു. ഇവിടുത്തെ പഴയ കാര്യത്തിന്റെ മകൻ ശശിയുമായിട്ട് രണ്ടുപേരും കൂടി ഒളിച്ചോടാൻ വരെ ഒരുങ്ങിയതാണ്. ഈ കുടുംബത്തിന് നേരുകൊണ്ട് അത് നടന്നില്ല. എന്താ പിള്ളേ? തീവണ്ടി വന്നു, പക്ഷെ രാമേന്ദ്രൻ അദ്ദേഹം അതിലുമില്ല. സഞ്ചയനത്തിന്റെ എല്ലാം ഒരുക്കമായി. ഇനി ഞാനെന്ത് ചെയ്യണം? നിയമപ്രകാരം മൂത്ത പുത്രനാ കർമ്മം നടത്തേണ്ടത്. ഉറുപ്പദ്ദേഹത്തിന് ആൺമക്കളില്ലാത്ത സ്ഥിതിക്ക് മൂത്ത മകളുടെ ഭർത്താവിനാ ആ അവകാശം. ഞാൻ ചെന്നില്ലെന്ന് വെച്ച് സഞ്ജയൻ ഒന്നും മുടങ്ങില്ല. നീ എന്ത് വിവരക്കാരാണ് ഈ പറയുന്നത്? കർമ്മങ്ങൾ നടത്തേണ്ടത് നീയാ. മാധവൻകുട്ടി നടത്തിയാലും കുഴപ്പമൊന്നും വരില്ല. നീ ചെന്നില്ലെങ്കിൽ അതിന്റെ ക്ഷീണം നിന്റെ ഭാര്യയ്ക്ക്. അവളെ വേദനിപ്പിക്കരുത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ ഉണ്ടായേ പറ്റും. സൗകര്യം കിട്ടിയാൽ വൈകുന്നേരം പോവാം. ഭാര്യയേക്കാൾ വലുതാണ് അവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ചേട്ടത്തി, ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. വഴിക്ക് വെച്ച് കാർ എന്തെങ്കിലും റിപ്പയർ ആയി കാണും. സഞ്ചയനത്തിന് 2 ദിവസം മുമ്പ് വരാമെന്നല്ലേ പറഞ്ഞത്? മണി 1 കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് പറയാനാണ്? അനിയന്റെ യുക്തം പോലെ ചെയ്യും. എടോ മാരാരെ, ഓ, ചേട്ടൻ വരാൻ കാത്തിരിക്കണോ അതോ ഞാൻ കരക്കാരെയൊക്കെ പറഞ്ഞേക്കണോ? അതിപ്പോ ചേട്ടൻ സ്ഥലത്തില്ലെങ്കിൽ അനിയൻ ആ കർമ്മം ചെയ്യുക. അല്ല, ദോഷമൊന്നുമില്ല. എങ്കിൽ വരൂ. അപ്പൊ ഞങ്ങള് അങ്ങനെ ആവട്ടെ. എന്താ ഇത്ര നേരത്തെ പോകുന്നത്? 2 ദിവസം കൂടി കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. ഇപ്പോഴേ വരാൻ തരപ്പെട്ടുള്ളൂ. ഓഹോ, ഇതായിരിക്കും നിങ്ങൾ പഠിച്ച മര്യാദ. എന്താ പുതിയ മര്യാദ പഠിപ്പിക്കാൻ ഉദ്ദേശമുണ്ട്? ഞാനാരാ നിങ്ങളെ പഠിപ്പിക്കാൻ? വെറും ഒരു കൃഷിക്കാരൻ, ഒരു പട്ടിയുടെ പോലും വിലയില്ലാത്തത്. പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു. ഞാൻ ആരെയും അവമാനിച്ചിട്ടില്ലടോ. ഇല്ലേ? അച്ഛന്റെ സഞ്ചയന കർമ്മം നടത്തേണ്ട നിങ്ങൾ ഇതുവരെ എവിടെ പോയി കിടന്നു? ക്ഷണിച്ചു വരുത്തി കരക്കാരുടെ മുൻപിൽ നിങ്ങൾ എന്നെ കൊച്ചാക്കിയതല്ലേ? തറവാട് നമുക്കല്ലേ, പിന്നെ അച്ഛന്റെ കർമ്മം തന്നെത്താൻ നടത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഓഹോ, അതാണോ കാര്യം? അപ്പൊ തറവാട് കൂടി ഞാൻ കിട്ടിയിരുന്നെങ്കിൽ സഞ്ചയനത്തിന് വന്നേനെ. മര്യാദയോട് പറയരുത്. കാണിച്ച പറയോടോ. നീ പറയോ? ആ പറയും. ചേട്ടാ, നീ പൊടിയകത്ത്. ഞാൻ ഒരുത്തന്റെ ചെലവിലല്ല കിടക്കുന്നത്. എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ വീടായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലേ തന്നെ ഞാൻ വിഴുങ്ങി കളിമായി. നീ എന്ത് പറയാ? ചേട്ടാ വിടൂ, ചേട്ടാ വിടൂ. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എഞ്ചിനീയർ സാറേ, ഭാര്യ കൂടി മുറിച്ചോണ്ട് പോയാട്ടെ. ചേട്ടാ മിണ്ടിപ്പോയത്. വരുന്നുണ്ടോ ചോദിച്ചത്? വരാനാ പറഞ്ഞത്? ചേച്ചി, ചേച്ചി വരാനാ പറഞ്ഞത്?
ചേച്ചി ഇന്ന് ജലപാനം കഴിച്ചിട്ടില്ല. ചേട്ടൻ വന്നിട്ട് അകത്തേക്ക് കയറിയതുമില്ല. അവരോട് ഇങ്ങനെ പെരുമാറരുതായിരുന്നു. അവനെ വിളിച്ചില്ല മോളെ? വിളിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കിടക്കുക. ആ എന്തു പറ്റി? അങ്ങോട്ടും ഇങ്ങോട്ട് വെയിലത്ത് യാത്ര ചെയ്തതല്ലേ, വല്ല തലവേദനയും കാണും. അതിലൊന്നും കഴിക്കാതെ കിടന്നാലോ? മോൻ ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് കൊടുക്ക്. ശരി അമ്മേ. നമ്മുടെ മോനിത് എന്തു പറ്റി? അമ്മായിയച്ഛന്റെ മരണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഇല്ല. ആ ആർക്കറിയാം, ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ല സൗന്ദര്യപ്പണക്കവും കാണും. നിന്റെ മോനല്ലേ, ഇണങ്ങാൻ ഇത്തിരി സമയം പിടിക്കും. ചേട്ടാ പാല് വേണ്ട, കൊണ്ടുപോ. ഉണ്ടില്ലല്ലോ, ഈ പാലെങ്കിലും കുടിക്കേട്ടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാധവൻകുട്ടിയോടുള്ള ദേഷ്യം ഇപ്പോഴും തീർന്നില്ല അല്ലേ ചേട്ടാ? വിദ്യാഭ്യാസം ഇല്ലാത്തൊരു നാട്ടിൻപുറത്തുകാരൻ വല്ലതും അവിവേകം കാണിച്ചാൽ ക്ഷമിക്കേണ്ട ചേട്ടനല്ലേ? എനിക്ക് അവനോട് ഒരു വിരോധവുമില്ല. പിന്നെ ദേഷ്യം എന്നോടാണ്? അല്ല, എന്നോട് തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയൂ. നീ എന്നല്ല, ഒരു സ്ത്രീയും തെറ്റ് ചെയ്യാറില്ല. എല്ലാ തെറ്റുകളും പുരുഷന്മാരുടേതാണ്. കാരണം അവർ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. ഞാനൊരു പാവപ്പെട്ട പെണ്ണ. വ്യംഗ്യവും തത്വമൊന്നും എനിക്കറിയില്ല. എനിക്ക് ഭർത്താവിനെ സ്നേഹിക്കാനേ അറിയൂ. ധർമ്മപത്നി അല്ലേ? അന്നും ഇതുവരെ ചേട്ടൻ തോന്നിയിട്ടുണ്ടോ? പൂർണ്ണ വിശ്വാസമുള്ളപ്പോൾ എന്തിനാണ് തോന്നുന്നത്? ചേട്ടാ, തുറന്നു പറയൂ ചേട്ടാ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നുമില്ല അല്ലേ? ഇല്ല, എന്റെ മനസ്സറിയാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭർത്താവിനെ വഞ്ചിച്ചിട്ടുള്ള ഏത് സ്ത്രീയാണടി നാളിതുവരെ തെറ്റ് സമ്മതിച്ചിട്ടുള്ളത്? ചേട്ടാ, ചേട്ടാ, കിട്ടിയോ? ചേട്ടൻ എന്താ വേണ്ടത്? ഞാൻ എടുത്തു തരാം. വേണ്ടത് എടുത്തു തരുമോ നീ? ഫോട്ടോ, നീ സ്നേഹിക്കുന്നവന്റെ ഫോട്ടോ. അത്രേ ഉള്ളൂ. അത് ആ പെട്ടിയിലില്ല. ഞാൻ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തരാം. ഞാൻ സ്നേഹിക്കുന്ന പുരുഷന്റെ ഫോട്ടോ അല്ലേ ചേട്ടന് കാണേണ്ടത്? ഇതാ. ഇനി ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്നൊരു പുരുഷനുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്റെ കൈവശമില്ല. ഫോട്ടോ ഹൃദയത്തിലുണ്ടല്ലോ. വിവാഹത്തിന്റെ തലേ രാത്രി പോലും കാമുകനോടൊപ്പം ചിലവഴിച്ചവളല്ലേ നീ? ചേട്ടാ, നാവിറങ്ങിപ്പോന്ന കള്ളം പറയരുത്. കള്ളമോ? നിന്റെ വീട്ടിലെ കാര്യസ്ഥന് നിന്നെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യമുണ്ട്? എന്നെ കുറിച്ച് മാത്രമല്ല, സർവരെയും കുറിച്ച് കള്ളം പറയാണ് അയാളുടെ തൊഴിൽ. നീയാണ് കള്ളം പറയുന്നത്. ചേട്ടനെ എങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ശശിയും ഞാനും ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് ചേട്ടാ. ചേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. അതൊരു തെറ്റാണോ? അക്കാര്യം നീ ഇതുവരെ എന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? ചേട്ടൻ എന്നോട് ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ തുറന്നു പറയാൻ കടപ്പെട്ടവളല്ലേ നീ? തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ എനിക്ക് കുറ്റബോധമില്ലായിരുന്നു. ചേട്ടാ, ഈശ്വരന് സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, എന്റെ ശരീരത്തിൽ ഒരു പുരുഷൻ മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ.
അതെന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ്. ചേട്ടന് മനസ്സമാധാനം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം പറയൂ. ചേട്ടനെ വിട്ടുപോകുന്നതൊഴിച്ച് ഞാൻ എന്തിനും തയ്യാറാണ്. ഈ വീട്ടിൽ വെറും ഒരു വേലക്കാരിയായി ഞാൻ കഴിഞ്ഞോളാം. അല്ലെങ്കിൽ ഞാൻ മരിക്കാനും തയ്യാറാണ്. ചേട്ടന്റെ ഈ കരങ്ങൾ കൊണ്ട് എന്റെ കഴുത്ത് തിരിച്ചു കൊന്നോളൂ. ഞാൻ സന്തോഷത്തോടുകൂടി മരിക്കാം. മിനി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. എനിക്ക് മാപ്പ് തരൂ. എനിക്ക് മാപ്പ് തരൂ. മിനി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, എന്താ ഉറക്കം വന്നില്ല? ഉറങ്ങ. ഇങ്ങോട്ട് അടുത്ത് വാ. എടാ വേണു, നിന്റെ പ്രോഗ്രസ് കാർഡ് ഇതുവരെ ചേട്ടനല്ലേ ഒപ്പിട്ടിരുന്നത്? അതെ. പിന്നെ ഇപ്പോഴെന്താ അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കണമെന്ന് കരുതിയത്? രക്ഷകർത്താവിനെ കൊണ്ട് തന്നെ ഒപ്പിടിക്കണമെന്ന സാറ് പറഞ്ഞത്. ആഹാ, നീ ഇത്തവണ ക്ലാസ്സിൽ കണക്കിനും ഇംഗ്ലീഷിനും പൂജ്യനാണെന്നുള്ള കാര്യം ചേട്ടനോട് പറഞ്ഞോ? എടാ, ഇതാ നിന്റെ അനിയന്റെ പ്രോഗ്രസ് കാർഡ്. കണക്കിന് എത്രയാണ് മാർക്ക്? മോഡേൺ കണക്കാ, അതുകൊണ്ട് മിക്കവർക്കും പൂജ്യവാ. നീ പള്ളിക്കൂടത്തിൽ പോകുന്ന എന്തിനാ? പഠിക്കാനോ അതോ? അടുത്ത തവണ അവൻ എല്ലാത്തിനും ജയിക്കും. എടാ, നിന്റെ ബുദ്ധിയൊന്നും അവനില്ല, തലയിൽ കളിമണ്ണ. അവൻ ജയിക്കണമെങ്കിൽ നല്ലൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. ശരി, വാടാ. അല്ലേ, ഇവരുടെ പിണക്കമൊക്കെ തീർന്നു? അവര് ഭാര്യയും ഭർത്താവും അല്ലേ? ചട്ടിയും കലവും പോലെ അങ്ങനെ തട്ടിയും മുട്ടിയും കിടക്കും. ഇടയ്ക്ക് പിണങ്ങുന്നത് ഒരു രസമാണ്. നിങ്ങൾ എന്നോട് പിണങ്ങി 1 മാസം വരെ മിണ്ടാതിരുന്നിട്ടില്ലേ? അതെന്റെ വിൽ പവറാണടി. അത് വല്ലതും ഉണ്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക്? കണക്കിന് ഇംഗ്ലീഷിനോ ഏടോ മോശം. ഒന്ന് ശ്രദ്ധിച്ചാലേ അവൻ രക്ഷപ്പെടത്തുള്ളൂ. അക്കാര്യം പറയാൻ തന്നെ ഞാൻ വന്നത്. സാർ അവന് നല്ലൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്തു തരാം. ഫീസ് എത്രയാണെങ്കിലും കൊടുക്കാം. ഇവിടെ ഒരു പുതിയ അധ്യാപകൻ വന്നിട്ടുണ്ട്. ആളും എടുക്കനാ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. സാറ് വിചാരിച്ചാൽ നടക്കും. ഞാൻ വൈകുന്നേരം കാർ അയക്കാം. ശരി, അങ്ങനെ ആകട്ടെ. ആ, നമസ്കാരം. ട്യൂഷൻ മാഷ സാർ ഇവിടെ കൊണ്ട് വിട്ടിട്ട് ചെല്ലാൻ പറഞ്ഞു. സാർ ഇരിക്കുന്നു. അവനെവിടെയാ? ഓഫീസിലോ വർക്ക് സൈറ്റിലോ? വർക്ക് സൈറ്റില്ല. എന്നാ നീ കാറ് കൊണ്ടുപോയിക്കോ. സാർ ഇവിടെ വന്നവരോ അവനോട് പറഞ്ഞേര്. വേണുവിന്റെ സ്കൂളിലാണോ ജോലി ചെയ്യുന്നത്? അതെ. എന്താ പേര്? ശശി. ഓഹോ, ഭാഗീരഥി, വേണുവിനെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന മാഷ. അവനങ്ങോട്ട് വിളിച്ചേ. വേണു, മൂത്തവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. ഇവൻ ഉഴപ്പന. പ്രായം അതല്ലേ. കണക്കെന്ന് പറഞ്ഞാ ഇവന് കഷായവാ. സാറ് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തണം. എന്നെ കൊണ്ട് കഴിവത് ശ്രമിക്കാം. ശരിക്ക് പഠിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുക്കണം സാറേ. വടി എടുക്കാതെ തന്നെ നമുക്ക് അവനെ മിടുക്കനാക്കി എടുക്കാം. വളരെ സന്തോഷം. മോനെ, സാറിനെ വിളിച്ചുകൊണ്ട് പോയിരുന്ന് പഠിക്ക്.
അടുത്ത പരീക്ഷയ്ക്ക് കണക്കിന് 100-ൽ 100 മേടിക്കണം. ആ ശരി അച്ഛൻ. വാ സാറേ. എവിടുത്തുകാരനാ? ആ അത് ഞാൻ ചോദിച്ചില്ല. നല്ല അടക്കം ഒതുക്കും. പഠിപ്പിക്കാനും മിടുക്കനായിരിക്കും, അല്ലെങ്കിൽ അവൻ പറഞ്ഞു വിടത്തില്ലല്ലോ. ഗുണനപ്പട്ടികളൊക്കെ അറിയാമോ? 10 വരെ അറിയാം സാർ. 16 വരെയെങ്കിലും കാണാപ്പാടം പഠിക്കണം, എങ്കിലേ ബുദ്ധിമുട്ട് കൂടാതെ കണക്ക് ചെയ്യാൻ പറ്റും. ശരി സാർ. ഞാൻ ഒരു കണക്കിട്ട് തരാം, ചെയ്യൂ. ഒരു കച്ചവടക്കാരൻ 40 പൈസ വിലയ്ക്ക് 50 മാമ്പഴവും 35 പൈസ വിലയ്ക്ക് 60 മാമ്പഴവും വാങ്ങി. രണ്ടും കൂടി കൂട്ടിക്കലർത്തി വിറ്റപ്പോ 5 രൂപ ലാഭം കിട്ടി. എങ്കിൽ ഒരു മാമ്പഴത്തിന്റെ വിറ്റ വില എന്ത്? ശ്രദ്ധിച്ചു ചെയ്യണം. ശരി സാർ. എന്നാണ് ഗവൺമെന്റിന്റെ ഒരു വക്താവ് പറയുന്നത്. അരിവില കൂടുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഒരു 3-4 കരി എടുത്ത് വെക്കാം. ഒരിക്കലും പാടില്ല. നമ്മളെപ്പോലുള്ളവരത് ചെയ്യുന്നത് കൊണ്ടാണ് അരിവില കൂടുന്നത്. അരി കിട്ടാതെ വന്നാലോ? നമുക്ക് മാത്രമല്ലല്ലോ, നാട്ടിലുള്ളവർക്കെല്ലാം വിശപ്പില്ലേ? അച്ഛ കാപ്പി. നീ കാപ്പിയും ചായയും കൊണ്ടുവരുന്ന സമയം നോക്കി ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. മോളെ, എന്താ വേണുവിനെ പഠിപ്പിക്കാൻ ഒരു ട്യൂഷൻ മാഷ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 1 കപ്പ് കാപ്പി കൊടുക്കും. കണക്ക് എല്ലാം തെറ്റാ, എല്ലാം തെറ്റാ. എന്താ ട്യൂഷൻ ഇത്ര വേഗം തീർന്നു? ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും. അവന്റെ തലയിൽ വല്ലതും കയറുന്നുണ്ടോ സാറേ? ബുദ്ധിയുള്ള കുട്ടിയാണ്. ഇനി അവന്റെ ചുമതല മുഴുവൻ ഞാൻ സാറിനെ ഏൽപ്പിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശമ്പളത്തിന്റെ കാര്യമായിരിക്കും. അതല്ല, എനിക്ക് ഈ ട്യൂഷൻ തുടരാൻ അല്പം അസൗകര്യമുണ്ട്. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അടുത്ത് തന്നെ ഒരു നീണ്ട അവധി എടുക്കണമെന്നുണ്ട്. നീ ഏർപ്പാട് ചെയ്ത് വിട്ട ട്യൂഷൻ സാറാ? ഓഹോ, നമസ്കാരം. ഞങ്ങൾ തമ്മിൽ കണ്ടില്ലായിരുന്നു. ട്യൂഷൻ തുടങ്ങിയില്ലേ? തുടങ്ങി, പക്ഷെ ട്യൂഷൻ തുടരാൻ പറ്റില്ലെന്നാണ് സാറ് പറയുന്നത്. ഓ, സാറിന് ഇവിടെ വരാൻ ദൂരെ കൂടുതലായിരിക്കും. ഞാൻ എന്നും കാറയക്കാം. അതല്ല, എനിക്ക് മറ്റു ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് ബുദ്ധിമുട്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സാർ ട്യൂഷൻ നിർത്തരുത്. ക്ഷമിക്കണം, സാധ്യമല്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഏതായാലും സാറ് നടന്നുകൊണ്ടാ, ഞാൻ കാറിൽ വിടാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അധികം ദൂരമില്ലല്ലോ. ആളിനെ കണ്ടിട്ട് യോഗ്യനാണെന്ന് തോന്നുന്നു. പിന്നെന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? ഒന്നുകിൽ നിന്റെ അനിയന്റെ കുരുത്തക്കേട്, അല്ലെങ്കിൽ അവന്റെ ബുദ്ധി കൂർമ്മത. മെനക്കെട്ടാലും ഫലമില്ലെന്ന് സാറിന് തോന്നിക്കാണും. ചേടാ, ഇനി അവിടെ പോയാ വേറൊരുത്തനെ കണ്ടുപിടിക്കുന്നത്. വന്നു ചേരുന്ന ഓരോ പൊല്ലാപ്പ്. എന്താ ചേട്ടാ? പാഴ
പാടുപെട്ട ഹെഡ് മാസ്റ്ററോട് കെഞ്ചിയാണ് ഒരു ട്യൂഷൻ വാദ്യാരെ ഉണ്ടാക്കിയത്. ഒരു പഠിപ്പീര് കഴിഞ്ഞപ്പോ അയാൾക്ക് ഉദ്യോഗം മതിയായി. അയാൾ പോയെങ്കിൽ അങ്ങോട്ട് പോട്ടെ. നിനക്ക് മുറിക്കാത്തിരുന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ട്യൂഷൻ വാദ്യന്മാർക്ക് സിനിമാളികളെക്കാൾ ഡിമാൻഡാ. ഞാൻ ചായ കൊണ്ടുവരാം. കുടിച്ചു കഴിയുമ്പോ ചൂട് മാറും. അങ്ങനെ അങ്ങ് പോയാലോ? നീ അടുത്തുണ്ടായാൽ ചൂട് തനിയേ അങ്ങ് മാറും. അട്ട പകലാണ്. അമ്മ മറ്റേ കണ്ട നാണക്കേട വിട്ട നീ. ശാരദക്കുഞ്ഞേ, ശാരദക്കുഞ്ഞേ, മാങ്ങ അങ്ങനെ തന്നെ രാവിലെ മാവേക്കൊരു പറിച്ചെടുത്തത്. വളരെ ഉപകാരം. ഇത്തിരി കടുമാങ്ങ വേണോന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുകയായിരുന്നു. ആഹാ, ഇതിനായിരുന്നു. ഞാൻ വിചാരിച്ചു കുഞ്ഞിന് പുളിമാങ്ങാൻ ഞാൻ കൊതിയായി. അങ്ങനൊന്നും ഇല്ല ദേവകി. അത് മോശം. ഇതൊന്നും അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ കൊള്ളില്ല കുഞ്ഞെ. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം പുളിമാങ്ങയ്ക്ക് കൊതി തോന്നുമെന്നാ പഴമക്കാര് പറയുന്നത്. എന്നിട്ട് ദേവകിക്ക് എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായില്ലേ? അത് ഞാൻ കുഞ്ഞിനോട് എന്നാ പറയാനാ? അതേ പുളന്താനാ കുഞ്ഞെ. ആട്ടെ, നിനക്കുഞ്ഞിന് വിശേഷം വലുതായോ? ഉണ്ട്. നീ എങ്ങനെ അറിഞ്ഞു? കാപ്പി ഇട്ടുകൊണ്ടിരുന്നപ്പോ അവക്കൊരു തലചുറ്റിലുണ്ടായി. ഭാഗ്യത്തിന് ഞാൻ അടുത്തുണ്ടായിരുന്നോണ്ട് താങ്ങി. ഗുരുവായൂരപ്പാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വേണ്ട വേണ്ട, അവിടെ ഇരുന്നോളൂ. ഇനി ആരോഗ്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇന്ന് ലേഡി ഡോക്ടർ എടുക്കലയക്കാം. അതൊക്കെ തള്ളമാര് ചെയ്യുന്നതാ ഭംഗി. എങ്കിൽ നമുക്ക് വൈകിട്ട് പോകാൻ മോളെ. ശരി അമ്മേ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. എന്താ? ഒരു പുഷ്പാഞ്ജലി നടത്തിയേക്കാമെന്ന്. അത് ഇന്ന് തന്നെ നടത്തിയേക്ക്. നമുക്ക് ഒരുമിച്ച് ഇന്ന് അമ്പലത്തിൽ പോകാം. ഞാൻ റെഡി. നിങ്ങൾ വീണ്ടും ഇവിടെ? ക്ഷമിക്കും ഇനി ഒരിക്കലും തമ്മിൽ കാണരുതെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അപ്പോഴത്തെ പതർച്ചയിൽ ഞാൻ എന്റെ ബാഗ് ഇവിടെ വെച്ച് മറന്നുപോയി. എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും അതിനുള്ളിലാണ്. വേണോ അതെടുത്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ട് തരും. ഇപ്പോഴവനോടില്ല. ശരി, മിനിയുടെ വീടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ട്യൂഷന് വരില്ലായിരുന്നു. സാരമില്ല, എല്ലാം മറക്കും. ഞാൻ എല്ലാം മറന്നുകൊണ്ടിരിക്കുക. ചിലരുടെ മുറിവുകൾ വേഗം ഉണങ്ങും, മറ്റു ചിലരുടെ മുറിവുകൾ ഉണങ്ങിയില്ലെന്നും വരും. ഇനി ഒരിക്കലും എന്റെ നിഴല് പോലും മിനിയെ വേദനിപ്പിക്കില്ല. മിനി, 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 മിനി. ഇതിനു വേണ്ടിയാണോ സാർ ട്യൂഷൻ നിർത്തിപ്പോയത്? ഞാൻ നോ എക്സ്പ്ലനേഷൻസ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമറിയാതെയാണ് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. She has betrayed me.
ഐ എം എ ഫൂൾ. സാർ പോയട്ടെ. ഞാൻ ഐ സേ യു ഗെറ്റ് ഔട്ട്. എടി സാവിത്രി, എന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ പെരുമാറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ചേട്ടാ, ചേട്ടാ സത്യം എന്തെന്നറിയാതെ എന്നെ കുറ്റക്കാരിയാക്കരുത്. കണ്ണിൽ കണ്ടതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. ചേട്ടാ, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കേറ്. ഇതിനെങ്ങോട്ടായി പോകുന്നത്? ആ ശാരദേ, ചേച്ചിയും ചേട്ടനോ? ഇത് എവിടുന്ന് വരുന്നു? നിന്റെ ചേച്ചിയെ ഞാൻ ഈ വീട്ടിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവളെ തിരിച്ചേൽപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ചേട്ടൻ എന്തായി പറയുന്നത്? ഇവളെ എന്നെ പിടിച്ചേൽപ്പിച്ച മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അല്ലെങ്കിൽ പറയാനുള്ളതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു. ചേട്ടാ, താലി കെട്ടിയതിന്റെ പേരിൽ ഒരു വിഴുപ്പ് കെട്ട് ചുമക്കാൻ എനിക്ക് സാധ്യമല്ല. സ്ത്രീധനമായി തന്ന പണവും പണവും ഈ പെട്ടിയിലുണ്ട്. ഈ ബന്ധം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ചേച്ചി, എന്തുണ്ടായി? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കുന്നു. പഴയ ബന്ധത്തിന്റെ കഥ ചേട്ടൻ അറിഞ്ഞോ? ഞാനെല്ലാം തുറന്നു പറഞ്ഞു. ഞങ്ങൾ രമ്യപ്പെട്ടതാണ് ശാരദ. പിന്നെന്തുണ്ടായി? ശശിയേട്ടൻ അവിടെ വന്നു. വേണുവിന്റെ ട്യൂഷൻ മാസ്റ്ററായി. ഞാൻ ഭാഗ്യദോഷിയാണ് ശാരദ, ഞാൻ ഭാഗ്യദോഷിയാണ്. കരയാതെ ചേച്ചി, കരയാതെ. ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറും. ചേച്ചി സമാധാനപ്പെടൂ. വരൂ. അയ്യോ, വന്നിട്ട് നിൽക്കാനങ്ങ് പോവാണ്. ഊണ് കഴിക്കൂ ചേച്ചി. എനിക്കൊന്നും വേണ്ട ശാരദ. ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ ചേച്ചി? ചേട്ടൻ നാളെ വരും. വന്നില്ലെങ്കിൽ ഞാൻ മാധവേട്ടനെ അങ്ങോട്ട് വിടാം. കഴിക്കൂ ചേച്ചി. ശാരദേ, ആരാടി അകത്ത്? ചേച്ചി. എന്താ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വന്നത്? ചേട്ടനും ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ എവിടെ പോയി? എന്തോ തെറ്റിദ്ധാരണയിൽ ചേച്ചി ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയതാ. അയാൾക്ക് തോന്നുമ്പോ ഭാര്യയെ കൊണ്ട് തള്ളിയിട്ട് പോകാനുള്ള വീടാണ് ഇവിടെ ഇത്. ചേച്ചിയും ഞാനും ജനിച്ചു വളർന്ന വീടായത്. ജനിച്ചതിന്റെയും വളർന്നതിന്റെ അവകാശം കല്യാണത്തിന് മുൻപ്. ഇന്ന് ഇത് എന്റെയും നിന്റെയും വീടാ. എന്റെ അനുവാദമില്ലാത്ത ഒരേ എംപോക്ക് ഇതിനകത്ത് കാലുകൂട്ടാൻ പാടില്ല. വേണ്ടാത്ത ഭാര്യയെ കൊണ്ട് കളയാൻ വലിയ യോഗ്യൻ കണ്ട സ്ഥലം. ഈ വീട് വഴിയമ്പലമല്ല. എഞ്ചിനീയർ അല്ലെങ്കിലും ഞാനും തറവാട്ടിൽ ജനിച്ചവനാ. എനിക്കും ഈ നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കണം. അതിനിപ്പോൾ എന്ത് വേണമെന്നാ ചേട്ടൻ പറയുന്നത്? ചേച്ചി ഈ പാതിരാത്രിക്ക് വീട്ടിൽ നിറക്കി വിടണം. വേണം. ചേട്ടൻ
ഒരു കാര്യം നീ ഇപ്പൊ തീരുമാനിക്കണം. നിനക്ക് നിന്റെ ചേച്ചി വേണോ ഭർത്താവ് വേണോ? ഭർത്താവ് വേണമെങ്കിൽ നിന്റെ ചേച്ചി ഈ നിമിഷം ഇവിടുന്ന് ഇറക്കിത്തരണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം. ചേച്ചി മിനി അഭിമാനം കാണിക്കുന്നു. വരാനാ പറഞ്ഞത്. വിടല പറഞ്ഞേ, എന്നെ വിടൂ. അയ്യോ വിടൂ എന്നെ. അയ്യോ എന്നെ വിടൂ. എങ്ങനെ തോന്നിയടാ നിനക്ക് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഇവിടെ വരാൻ? അന്യന്റെ ഭാര്യ മോഷ്ടിക്കാനല്ലടാ ഞാൻ നിന്നെ പാടുപെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും. അതും കുറുപ്പദ്ദേഹത്തിന്റെ മകളെ. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നേരം വെളുത്താൽ നാട്ടുകാർ ഈ വീടിന് തീ വയ്ക്കും. അതുകൊണ്ട് ഈ ക്ഷണം നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ മകളുടെ കയ്യും പിടിച്ച് ഞാൻ ഇറങ്ങും. അച്ഛൻ വിഷമിക്കണ്ട, ഞങ്ങൾ പോയേക്കാം. വരൂ മിനി. അദ്ദേഹം മരിച്ചിട്ട് നിങ്ങൾ വന്നില്ല. സഞ്ചയത്തിന് തിരിഞ്ഞു പോലും കയറിയില്ല. ഞാനൊരു ഹൃദ്രോഗിയാണ്. ചികിത്സയും പഥ്യവുമായി കഴിഞ്ഞുകൊണ്ടാണ് ശവദാഹത്തിന് വരാതിരുന്നത്. തറവാട് എന്റെ വീതത്തിൽ കിട്ടിയത് നിങ്ങൾക്ക് മോനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വന്നില്ലെന്ന് പറ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞങ്ങൾ മിനിയെ വിളിച്ചുകൊണ്ടുപോകാൻ വന്നതാ. അതിനെന്തിനാ ഇവിടെ വന്നത്? അവളിവിടെ ഇല്ലേ? ഇല്ലല്ലോ, ഇവിടെ ഞാനും ഭാര്യയുമാ താമസം. അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടെന്നാണല്ലോ ചന്ദ്രൻ പറഞ്ഞത്. വിട്ടു, പക്ഷെ ചോദിക്കാതെയും പറയാതെ അവരിറങ്ങിപ്പോയി. പഴയ അടുപ്പക്കാരന്റെ കൂടെ സ്ഥലം വിട്ടെന്നാ ഞാൻ കേട്ടത്. കോൺട്രാക്ടർ സാർ വരുമ്പോഴൊക്കെ പുതിയതിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി തപ്പാനാ. കഴിഞ്ഞ തവണ വന്നപ്പോ നീയല്ലേ പറഞ്ഞത് കിളി പോലെ ഒരെണ്ണമുണ്ടെന്ന്? ഒരു മഞ്ഞക്കിളി ഉണ്ടായിരുന്നു സാറേ. എന്നിട്ട് അവളെവിടെ? നമ്മുടെ മമ്മുക്ക അവളെ വിരട്ടി ഓടിച്ചു കളഞ്ഞു. അയാൾ ഒരു ശല്യമാണല്ലേ? അയ്യോ ഒന്നും പറയണ്ട, അയാളുടെ കണ്ണ് വെട്ടിച്ചാ ഇപ്പൊ ഓരോന്നിനെയും കൊണ്ടുവരുന്നത്. ആട്ടെ, എന്റെ കാര്യം എന്ത് പറയുന്നു? സാർ ഒരു 100 രൂപയും തന്നേ, ഞാനൊന്ന് ചുറ്റിയിട്ട് വരാം. പിന്നെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് കേട്ടോ. ഏതെങ്കിലും ഒന്നിനെയും കൊണ്ടേ വരത്തുള്ളൂ സാറേ. സാർ ഇത്തിരി കഴിച്ചോണ്ടിരി. വാടി കല്യാണി. ഇപ്പൊ എവിടുന്നാ ഒന്നിനെ സംഘടിപ്പിക്കുന്നത്? വല്ല കൺട്രി ആയാലും മതി. നമ്മുടെ കറ്റാരമ്മേരിയുടെ മോളായാലോ? ഓ എടി, അവിടെ 2 കാലിലും മണ്ടല്ലേ? ആ മന്ത് കാലല്ലേ, വെള്ളം അടിച്ചു കഴിയുമ്പോ കോൺട്രാക്ടർ ഒന്നും കാണുകയല്ല. ആ അത് ശരിയാ, അവളെ ഒന്ന് നല്ലപോലെ ഒരുക്കി അയച്ചാ മതി. നീ വാ. കുട്ടപ്പ, കുട്ടപ്പ, ഇത് ശശി സാറ്. ഞമ്മള് കോളേജിൽ പ്യൂണായിരുന്നപ്പോ PSC ജോലിക്ക് നമ്മളെ കൊണ്ട് അപേക്ഷ അയപ്പിച്ച ഇദ്ദേഹമാ. സാറ് തന്നെയാ ഫോൺ പൂരിപ്പിച്ച് അയച്ചത്. ഓഹോ, സാറ് മൂലമോ മമ്മക്കായ്ക്ക് ഈ ജോലി കിട്ടതല്ലേ? അതെ. സാറിന്റെ ഭാര്യയാണോ? അതൊക്കെ പിന്നെ പറയാം. കുട്ടപ്പ,
തൽക്കാലം ഇവർക്ക് താമസിക്കാൻ ഒരു വീട് വേണം, കുറഞ്ഞ വാടകയ്ക്ക്. ചേരിയിലെ ആ പാറത്തള്ളയുടെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഛേ, ആ ഈ കൂട്ടങ്ങളുടെ ഇടയില് എങ്ങനെയാ ഇവര് കഴിയുന്നത്? വേറെ ഏത് വീടാണെങ്കിലും 100-300 രൂപ വാടക കൊടുക്കണം. അതും ഇപ്പൊ കിട്ടാനില്ല. ഇതാണെങ്കിൽ ചെറിയ വാടക കൊടുത്താൽ മതി. അത് മതി. തൽക്കാലം കൂടുതൽ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. പാറത്തള്ള അവിടെ കാണുമോ? അവരെവിടെ പോയനാ? എന്നാ നീ ഇവിടെ കൂടെ പോയി ആ വീടൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്ക്. ആ സാറ് ചെന്നാട്ടെ. ശരി, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ശരി. വരണം സാറേ. പാറോമേ, പാറോമേ, കാലിയായി പോയോ? നിന്റെ അമ്മായിമ്മയുടെ കാര്യം. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ കല്യാണിയും കുട്ടപ്പനും കൂടെ പതിവില്ലാതെ ഇങ്ങോട്ട്? ഇതേതാ പുതിയ പാർട്ടി? അയ്യോ, ഇതല്ല. പിന്നെ സാറിന് സ്കൂളിലാ ജോലി. ഇങ്ങോട്ട് സ്ഥലം മാറി വന്നതാ. നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന വീട് പോയില്ലല്ലോ. ഇല്ല, പക്ഷേല് ഇവർക്കത് മതിയോ? ഓ, തൽക്കാലം അത് മതി. എന്നാ തരാം. വാടക 15 രൂപ കൂട്ടി തരണം. മാസം 50 രൂപ. അത് അന്യായമല്ലേ പാറുമേ? അന്യായോ? എടി പെണ്ണേ, കഴിഞ്ഞ തവണ താമസിച്ചിരുന്നവര് വാടക ബാക്കി വരിച്ചു വെച്ചതുകൊണ്ട് അവരുടെ വീട്ടു സാമാനങ്ങളെല്ലാം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. കട്ടിലുണ്ട്, മേശയുണ്ട്, എല്ലാം ഉണ്ട്. അതിനാ 15 രൂപ കൂട്ടി തരണമെന്ന് പറഞ്ഞത്. അവർ സാധനങ്ങൾ എടുക്കാൻ വന്നാലോ? ഈ ജന്മത്ത് വരില്ല. പിന്നെ 2 മാസത്തെ വാടക അഡ്വാൻസ് തരണം. 1-ാം തീയതി എന്ന് പറയുന്ന ദിവസം അതാത് മാസം വാടക തരണം. പിന്നൊരു കാര്യം, പോകുന്ന സമയത്ത് അഡ്വാൻസ് തിരിച്ചു വയ്ക്കാൻ പാടില്ല. എന്തു പറയുന്നു? ശരി, സമ്മതിച്ചിരിക്കുന്നു. ഇതാ 2 മാസത്തെ അഡ്വാൻസ്. ഞാൻ പോയി ചാവി എടുത്തിട്ട് വരാം. ആകാശത്തിന് പാര വെക്കുന്ന കിഴവിയാ. ആളെ സൂക്ഷിച്ചോണം. അവര് ഞങ്ങളെ എന്ത് ചെയ്യാന്? ആ, ഒരു താക്കോലേ ഉള്ളൂ. അത് കളഞ്ഞ 10 രൂപ പിഴ. ഓ, ഇതാ. ഇനി വേറെ വല്ലതും ഉണ്ടോ? ആ, അത് പിന്നെ പറയാം. ആ, വാ സാറേ. അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ എവിടെ പോയാലും ജീവിക്കാം. ആ, ഒന്നും നോക്കാനില്ല. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല വീടാ. ഇതെങ്കിലും കിട്ടിയല്ലോ. നമുക്ക് അരി സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? വേണം. എന്നാ നമുക്ക് ചന്തയിലോട്ട് പോവാം. എല്ലാ സാധനവും അവിടെ കിട്ടും. ഒന്നും പേടിക്കാനില്ല. നമ്മൾ തിരിച്ചു വരുന്നിടം വരെ കല്യാണം ഇവിടെ കാണും. വാ. ഞങ്ങളൊന്ന് കടയ്ക്ക് പോയിട്ട് വരാം. എന്താ പേര്? സൗദാമിനി. കുഞ്ഞിന്റെ മുഖം കണ്ടാൽ അറിയാം ഒരു നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന്. എങ്ങനെ ഇവിടെ വന്നു പെട്ടത്? അയ്യോ, സങ്കടപ്പെടുത്താനല്ല ഞാൻ ചോദിച്ചത്. വിഷമമുണ്ടെങ്കിൽ പറയണ്ട. എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഭർത്താവും വീട്ടുകാരും പിഴച്ചവളെന്ന് വിളിച്ച് പുറന്തള്ളി. ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം അതിനെ സമ്മതിച്ചില്ല. ചവിട്ടല്ലേ, ചവിട്ടല്ലേ. വിളിക്കാതല്ലേ നീ ഒരു കാര്യം ചാരായ കൊണ്ടുപോയത്? അതിന്റെ കാശ് എവിടെ? എന്നെ വെട്ടിക്കാമെന്ന് വിചാരിച്ചോ? വാങ്ങിച്ച പാർട്ടി മുങ്ങിക്കളഞ്ഞു ചേട്ടാ. ചേട്ടാ ഒന്നും ചെയ്യില്ലേ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് എനിക്ക് എന്റെ കാശ് കിട്ടണം. എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. ആ, മീനാക്ഷി ഓർത്ത് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ സന്ധ്യയ്ക്ക് വരാം. വാടാ. പിന്നെ ആശാൻ വൈകിട്ട് വരുമ്പോ മീനാക്ഷി മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. അറിയാതെ സ്ത്രീകൾ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാലും
ഇങ്ങനൊരു വിധി ദൈവം ആർക്കും വരുത്താതിരിക്കട്ടെ. നിന്റെ കഥയേക്കാൾ പരിതാപമാണ് എന്റെ കഥ. ഒരു സ്കൂൾ അധ്യാപകന്റെ മകളാണ് ഞാൻ. SSLC വരെ പഠിച്ചു. കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജോലി തേടി ഇറങ്ങിയത്. ഒടുവിൽ ഒരു അഭയം കിട്ടിയത് കുട്ടപ്പന്റെ കയ്യിലാണ്. അയാൾ എന്നെ ഹോട്ടലുകളിലും TV-യിലും കൂട്ടിക്കൊണ്ടുപോകും. എന്റെ മാംസം വിറ്റ് പണം വാങ്ങും. മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഈ നശിച്ച ജീവിതം ഇങ്ങനെ തുടരുന്നു. ആരാടി അകത്ത്? ആരാണെന്ന്? ഏതാടി? അറിഞ്ഞിട്ട് എന്ത് വേണം? നിന്റെ ശില്പത്തിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആരാണെന്ന് എനിക്കൊന്നറിയണം. ഇല്ലെങ്കിൽ അറിയാൻ ആശാൻ പോകത്തില്ലടി അമിട്ടേ. ആശാന്റെ വാല് നടക്കുന്നു. നിനക്കും പോയാ വൈപ്പിങ്ങരെന്ന് ഇച്ചിരി ചാരായം വാങ്ങിച്ച് കുടിക്കാൻ പാടില്ലായിരുന്നോ? പുഷ്പാങ്കതൻ ആ ചാരായം കുടിച്ചാലും ചാകത്തില്ലടി. ചോദിച്ചതിന് ഉത്തരം പറ. ഇവിടെ ഏതാ? അറിഞ്ഞിട്ടേ പോകത്തുള്ളോ? അതെ. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? ഒറ്റ കുത്തിന് നിന്റെ കുറഞ്ഞ എടുത്ത് കളയും. ചുണയുണ്ടെങ്കിൽ താൻ കുത്തടോ, കുത്തടോ. ഇവിടെയല്ലേ പറഞ്ഞു? എടാ മുടിയാൻ പറഞ്ഞോലെ ഈ വീട് അവർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. എന്നോട് ചോദിക്കാതെ എന്തിനു കൊടുത്തതല്ലേ? അമ്മയിൽ 16 അടി തിരുമാടവിടെ എന്നെ ഞാൻ കണ്ടോളാം. പിന്നെ കണ്ടോളാം. എന്തിനാടാ പിന്നെയാക്കുന്നത്? ചുണയുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചിട്ട് പോടാ വേണ്ടി. കല്യാണിക്കുട്ടിയെ, ഈ തെണ്ടി എന്നുള്ള വിളിയെ പാർലമെന്ററി അല്ല കേട്ടോ. വിനി പേടിക്കണ്ട. അവനെ ആ പാർവത്തള്ളയുടെ മോനാ ഭാസ്കരൻ. ചാരായമാറ്റാണ് ജോലി. എല്ലാരെയും വരട്ടും. പക്ഷെ എന്റെ അടുത്ത് മാത്രം അവന്റെ അടവ് ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയും? തന്റെ അടുത്തോടെ നിന്നാൽ അവനൊരു ചുക്കം ചെയ്യില്ല. ശാരദക്കുഞ്ഞെ, ഇത്തിരി പലഹാരമാ. കുഞ്ഞെന്താ തിരുവാരയായിട്ട് വിഷമിച്ചിരിക്കുന്നത്? ഓ, ഒന്നുമില്ല ദേവകി. കുഞ്ഞിനും ചേച്ചിക്കും ഇത് പൂത്തിരുവാതിരയാണ്. പക്ഷേ ഈശ്വരഹിതം മറച്ചായിപ്പോയി. കഴിഞ്ഞ ആണ്ടത്തെ തിരുവാതിര കുഞ്ഞ് ഓർക്കുന്നുണ്ടോ? ആ, ഓർക്കുന്നുണ്ട് ദേവകി. എരുമീൻ ഒഴിച്ചപ്പോ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങി. വയല് മുറിച്ചു കടന്ന് പുഴയോരത്തെത്തി. വെള്ളത്തിന് എന്തൊരു തണുപ്പായിരുന്നെന്നോ. എന്നിട്ടും എല്ലാവരും ചാടിയിറങ്ങി. മിനി എന്താ ഊണ് കഴിക്കാത്തത്? വിശപ്പ് തോന്നുന്നില്ല. നോക്കൂ, ദുഃഖം താങ്ങാൻ മനസ്സിന് കരുത്ത് ആവശ്യമാണ്. പക്ഷെ പട്ടിണി കിടന്നാൽ ശരീരം മാത്രമല്ല മനസ്സും ക്ഷീണിക്കും. ഊണ് കഴിച്ചൊന്ന് ഉറങ്ങാൻ നോക്ക്. ഈ വിഷമതകളെല്ലാം മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു കാര്യം. എന്താ? കയ്യിൽ പണമില്ലെന്ന് എനിക്കറിയാം. വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ ആഭരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അതൊക്കെ എനിക്കെന്തിനാ? വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യും. തൽക്കാലത്തേക്കുള്ള എന്റെ കയ്യിലുണ്ട്. അത് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ജോലി തേടി പിടിക്കാം. മിനിയുടെ അച്ഛൻ മിനിക്ക് നൽകിയ ആഭരണങ്ങൾ വിൽക്കാനോ പണയം വെക്കാനോ എനിക്ക് അനുവാദമില്ല. നിന്റെ ഭർത്താവ് അത് എവിടെയെന്ന് ചോദിക്കുമ്പോ എന്ത് സമാധാനം പറയും? എന്റെ ഭർത്താവ്? അതെ, ഇന്നല്ലെങ്കിൽ നാളെ തെറ്റിദ്ധാരണകൾ മാറി മിനിയെ അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഭർത്താവിന്റെ കൈകളിൽ മിനിയെ എത്തിക്കുക മാത്രമാണ് ഇനി എന്റെ ലക്ഷ്യം. എന്തിനാ തിണ്ണയിൽ കിടക്കുന്നത്? മഴ പെയ്താ ചോരും. സാരമില്ല. എനിക്ക് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ഞാൻ അകത്ത് കിടക്കാത്തത്. എനിക്ക് നാട്ടുകാരെ വിശ്വാസമില്ല. ഒരിക്കൽ മിനി എന്റെ കാമുകിയായിരുന്നു. ഇന്ന് നീ എന്റെ സഹോദരിയാണ്.
ആരാ നടക്കുന്നത്? ആരാണെന്ന്? ആ എന്താ വേണം? എഴുന്നേക്ക്. എഴുന്നേക്ക്. നിങ്ങളാരാ? റാസ്കൽ. അയ്യോ അങ്ങേരങ്ങ് നാട്ടിലാണല്ലോ. താൻ ആരാന്ന് പറ. ഞാൻ ഭാസ്കരൻ. ആ ഇത് എന്റെ വീടാ. ഞാൻ എന്ന് ഈ തിണ്ണയിലാ കിടന്നുറങ്ങുന്നത്. ആ എന്നാലേ പാക്കരോ ഇന്ന് മുതലേ കിടക്കാൻ വേറെ സ്ഥലം. അതുപോലെ നീ ആരാ? ഈ വീട് ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുക. തടി ചീത്താക്കേണ്ട സ്ഥലം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇറങ്ങി പോടാ അവിടെ. ആ നിന്നെ സ്വന്തത്തിന് എന്ത് ഭാവിച്ചോട്ടെ കത്തെടുത്തത്? ഇവനെ കൊല്ലാൻ. തള്ളെ മര്യാദക്ക് മോനെ വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നടന്നു പോവില്ല. നിന്നെ കാണ്ട് പോലെ ഞാൻ കണ്ടോളാം. കേളിക്കാതെ എടീ കല്യാണി, നീ ചെവിയെ നുള്ളിക്കോ. ചെവിയിലല്ലടാ, മരപ്പരയിലാ മുള്ളുന്നത്. ഭാസ്കരന്റെ കുങ്ക് ഇന്നാ ഒന്ന് ഒതുങ്ങിയത്. ഞാൻ അവന്റെ ആറാമാരിക്കിട്ടൊന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. കൊടുക്കുന്ന ആള് നിങ്ങളൊന്ന് വിറയ്ക്കല്ലായിരുന്നോ? എടി അവന്റെ അരിശം കൊണ്ട് വിറച്ചതാ. ഏതായാലും ഭാസ്കരനെ സൂക്ഷിച്ചോണം. മൂർഖന്റെ പ്രകൃതമാ. ഇനി അവൻ വന്ന് അവന്റെ എല്ല് ഞാൻ ഓടിക്കും. ചില്ലറ വിലസാന്നു അവരെ കിടന്ന് വിലച്ചത്. നീയൊക്കെ അല്ലാണ്ട് ഇവിടെ ആളാണെന്ന് പറഞ്ഞ് താമസിക്കുന്നത്. പിന്നെ എങ്ങനെ അവൻ വിലസാതിരിക്കും? ഏതായാലും ഇനി ഭാസ്കരനൊന്ന് ഒതുങ്ങും. ഒതുങ്ങിയ അവന് കൊള്ളാം. മിനി പോയി കിടന്നോളൂ. ഇതൊക്കെ ഇവിടെ സാധാരണ. ആ ശരി വരണേ. നേരെ പാതിരായി. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ അത് നരകാണെന്ന്. എല്ലാം ശൈത്താന്മാരാ. അവരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ട് മമ്മൂക്ക, സ്നേഹമുള്ള മനുഷ്യർ. എത്ര കാലങ്ങൾ അവിടെ കഴിയും? ഈ സാഹചര്യത്തിൽ പഴയ സ്കൂളിൽ ജോലിക്ക് പോവുക വിഷമമാണ്. ഒരു സ്ഥലം മാറ്റത്തിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നത് വരെ ഇവിടെ തന്നെ കഴിയണം. എന്ത് ചെയ്യാനാ? ആ പെൺകൊച്ചിനെ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ചുറ്റുപാടായി പോയില്ലേ? മമ്മൂക്ക, PWD എഞ്ചിനീയർ രാമേന്ദ്രനെ അറിയാമോ? അറിയുമോന്നു? അവരല്ലേ ഈ ടിവിന്റെ ചാർജ്. ഞമ്മക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങിച്ചു നിന്ന് തന്നെ അവരാ. ഇവിടെ വരാറുണ്ടോ? തിങ്കളാഴ്ച അദ്ദേഹം വരുമ്പോ ഞാൻ പറയാം. മാസം തന്നെയാണ് പറ്റോനെ നിന്റെ തല തെറിച്ചു മാറ്റടാ. വെള്ളം തെറിച്ച് വീഴുന്നു. അത് ആശാൻ പറഞ്ഞത് വളരെ ശരിയാ ആശാനെ. എടാ പുഷ്പാങ്കത, എന്തോ ഇവൻ എന്താടാ ഒരു ക്ഷീണം? അത് പെണ്ണും പിള്ള ഷെഡി കയറ്റിരിക്കുന്നോണ്ടാന്നേ. എന്താടാ നോക്കുന്നത്? ഞാൻ നിന്റെ ചെലവിലല്ല ഇവിടെ താമസിക്കുന്നത്. ഊച്ചാളിത്തര എന്നോട് കാണിക്കരുത്. കാണിച്ചാൽ നീ എന്ത് ചെയ്യും? അത് കാണിക്കുമ്പോ കണ്ടോടാ. നീ കുത്തുമടാ. എടാ കുരുത്തു ദോഷി, കുത്തള. എടാ കുരുത്തു ദോഷി, നീ എന്നീ പൂരിച്ച് കയറ്റി അടങ്ങത്തുള്ളൂ. എടാ മോനെ നീ വീട്ടിൽ പോ. ഇവന് ഭ്രാന്താ. ഭ്രാന്താണെ പിടിച്ച് പൂട്ടിയിട്. എടാ ഞാൻ മാറിക്കൊള്ളാം അവിടെ. വേണവിടെ. സാറ് പണ്ട് ടിവിയില് ഞമ്മക്കൊരു ജോലി വാങ്ങിച്ചു തന്നു. പക്ഷെ സാറിനൊരു ജോലി കണ്ടുപിടിച്ചു തരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഓ അത് കാര്യമൊന്നുമില്ല മമ്മദേ. ഇത്രയും പഠിച്ച സാറ് ഈ കച്ചാപ്പിച്ച ജോലിക്കൊക്കെ പോകുന്ന സങ്കടമുള്ള കാര്യ. ആ എന്ത് ചെയ്യാം, ജീവിക്കണ്ടേ. കാപ്പി. എന്താ കുഞ്ഞ്, സുഖാണോ? ആ വിശേഷമൊന്നുമില്ല. ലേഡി ഡോക്ടറിന്റെ അടുത്ത്
കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആ, എല്ലാ ആഴ്ചയും കൊണ്ടുപോകുന്നുണ്ട്. പടച്ച അവർക്ക് ഒരു കുഴപ്പം വരുത്തില്ല. ഈ വയ്യാതിരിക്കുമ്പോ എന്തിനാ 2-3 കറിയൊക്കെ വെക്കുന്നത്? ഏതെങ്കിലും ഒരു കൂട്ടാൻ പോരെ? രാപകൽ അധ്വാനിക്കുന്ന ആളല്ലേ, എന്തെങ്കിലും മനസ്സിലുണങ്ങിയത് വെച്ചു തരാൻ എനിക്കറിയില്ല. ഒരു ചമ്മന്തി അരച്ച് തന്നാല് എനിക്ക് തൃപ്തിയാ. ആ, ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാതെ നേരത്തിനും കാലത്തിനും ഒക്കെ വല്ലതും കഴിച്ചോണം. ഇനി വരുന്നു. ഇതാ 60 രൂപയുണ്ട്, വെച്ചോളൂ. വാടക കൊടുത്തോ? വരുന്ന വഴിക്ക് കയറി കൊടുത്തു. മരുന്ന് 6 നേരത്തേക്കാ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ മരുന്ന് മേടിച്ചത്? ആ, ഇത് വിളർച്ച മാറാനാണെന്ന് പറഞ്ഞു. ആ, പിന്നെ കയ്പാണെന്ന് പറഞ്ഞ് കുടിക്കാതിരിക്കരുത്. മോളെ കുറച്ച് കടിച്ചു പിടിച്ച് കിടക്കും. രണ്ടാമത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ കല്യാണി? ഏതെങ്കിലും ഒരു മിഡ്വൈഫിനെ വിളിപ്പിക്കുന്നതാണ് നല്ലത്. അതിപ്പോ പണത്തിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. ദാ ഇത് കയ്യിലിരിക്കട്ടെ. കല്യാണി, നമ്മളെല്ലാരും മനുഷ്യരാണ്. വേഗം പോയിട്ട് വാ. ആ, നന്നായി ആശാനെ, മനോഹരമായിട്ടുണ്ട്. ആശാനെ വിഷമിക്കണ്ട. നാളെ നേരം വെളുപ്പ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ കാര്യം ഉണ്ണി, ആ എരപ്പാളിയല്ലേ വരുന്നത്? ഇല്ലടാ അവിടെ. എന്ത് വേണം? നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ക്ഷമിക്കണം, ഞാൻ അത്യാവശ്യമായിട്ട് മിഡ്വൈഫിനെ കാണാൻ പോവാ. നമുക്ക് രാവിലെ സംസാരിക്കാം. അങ്ങനെ അങ്ങ് പോയാലോ? ഭാസ്കര, കയ്യിന്ന് വിട. വിട്ടില്ലല്ലോ. മോളെ നടക്ക. എന്റെ മോനെ.
സാറാ ബില്ല് ഈ മാസം തന്നെ എനിക്കൊന്ന് പാസ്സാക്കി തരണം. ആ നോക്കട്ടെ. നീ എന്താ ഇത്ര താമസിച്ചത്? ഇതിപ്പോ ഒരു ദുബൈക്കാരന്റെ വീട്ടിൽ നിന്ന് ശുപാർശ ചെയ്ത് എടുപ്പിച്ചതാ. ശരി ശരി, നീ പോയി ആ അമിട്ടിനോട് ഒരു നല്ല സാധനത്തെ കൊണ്ടുവരാൻ പറ. പിന്നെ എഞ്ചിനീയർ രാമേന്ദ്ര സാറിന് നല്ല കിളി പോലെ ഇരിക്കണം. അതിപ്പോ ഈ രാത്രിയില് എവിടെ പോയി കിളിയെ പിടിക്കാനാ? ആരെയും കിട്ടിയില്ലെങ്കിൽ അമിട്ടിനെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. അതാ നല്ലത്. സാറേ, ഞാൻ ആ മേസ്തിരി ഒന്ന് പറഞ്ഞു വിട്ടേച്ചു. സാറേ പിന്നെ വാച്ചറോട് ഗ്ലാസും സോഡയും ഒന്ന് കൊണ്ടുവരാൻ പറ. ഒന്നാകും കുന്നിന്മേലൊരാടി കുന്നിന്മേൽ ഒരായിരം കിളി കൂടാണ്. കല്യാണി, എടി നമ്മുടെ ജോറിയൂട്ടി കൺട്രാക്ടർ TV വന്നിട്ടുണ്ട്. നീ വേഗം ഒന്ന് ഉടുത്തൊരുങ്ങി വാ. എനിക്കിന്ന് വയ്യ. വയ്യാന്ന് പറഞ്ഞാ പറ്റുമോ? അങ്ങനെ അവിടെ കാത്തിരിക്കുക. ബിസ്കിം ബ്രാൻഡിയൊക്കെ കൊണ്ടുവന്ന് കാണുമല്ലോ. ഇന്ന് കൂടി മാത്രം മതിയെന്ന് വെക്കും. അത് നീയാണോ നിശ്ചയിക്കുന്നത്? എടി, ഇത് കോൺട്രാക്ടർക്ക് വേണ്ടിയല്ല. പിന്നെ അങ്ങേർക്ക് എന്തോ ഒരു വലിയ കാര്യം സാധിക്കാനുണ്ട്. അതിനു വേണ്ടി ആ രാമേന്ദ്രൻ എഞ്ചിനീയറെ ഒന്ന് പ്രസാദിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുക. രാമേന്ദ്രൻ എഞ്ചിനീയറോ? മുൻപ് TV വന്നിട്ടുള്ള ആളാണല്ലോ അദ്ദേഹം. അന്ന് ഈ ദൂഷം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നാ ഇപ്പൊ ഉണ്ട്. അങ്ങേരുടെ ഭാര്യ മറ്റാരുടെ കൂടെ ഓടിപ്പോയെന്നാ കേട്ടത്. അന്ന് തുടങ്ങിയതാ പോലും ഈ കുടിയും വ്യഭിചാരവും. ആ നേരം പോകുന്നു. എനിക്കിന്ന് അങ്ങോട്ട് വരാൻ പാടില്ല. ഓഹോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കല്യാണിക്ക് പകരം ഇന്ന് ഞാൻ വരാം. മിന്നി, 6 മാസമായില്ലേ ഒരു വരുമാനവും ഇല്ലാതെ എന്നെയും കുഞ്ഞിനെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നു. നിങ്ങൾക്കൊരു ഭാരമായിട്ട് ഞാനിങ്ങനെ കഴിയുന്നത് ശരിയാണോ? എന്തൊക്കെയായാലും നിന്നെ ഇതിന് ഞാൻ അയക്കില്ല. എന്നെ പോലെ നീ നശിക്കാൻ പാടില്ല. കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ എന്നെ ഉപേക്ഷിച്ചു. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ എന്നെ നോക്കി മനുഷ്യൻ പോയി. ഇനി ഈ ജീവിതത്തിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? മിനി, ജീവിക്കാൻ വേണ്ടി കല്യാണിക്കിതാകാമെങ്കിൽ എനിക്കുമാകാം. എന്നെ തടയരുത്. വരൂ കുട്ടപ്പ. ഈ വേഷത്തിൽ എഞ്ചിനീയർ സാറെ കാണാൻ എനിക്ക് ഈ വേഷം മതി. എന്നാ വാ. അതാണ് മുറി. അതേ അകത്തുണ്ട്. പേടിക്കാതെ കയറി ചെല്ലേ. ചെല്ലേ. വരണം വരണം, ഇരിക്കും. എവിടെ വെച്ചാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്? ഈ TV-യിൽ വെച്ച് തന്നെയാണ്. നിന്റെ നാവിറങ്ങിപ്പോയടി. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല സാർ. നിങ്ങളുടെ രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദേവനെന്ന് വിചാരിച്ച് ഞാൻ അയാളുടെ ഭാര്യയായി. പിന്നീട് എനിക്ക് മനസ്സിലായി അയാളുടെ ഹൃദയത്തിൽ ഒരു പിശാചുണ്ടെന്ന്. ഇന്ന് ഞാൻ ആ പിശാചിനെ തന്നെയാണ് മുന്നിൽ കാണുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നശിക്കുന്നത്? ആരോട് പ്രതികാരം വീട്ടാനാണ്? എന്നോട്. നിന്റെ ശരീരം സ്പർശിച്ച പാപത്തിനുള്ള പ്രതികാരമാണ് ഇത്. കൊള്ളാം, നല്ല വേദാന്തം. തലവേദന മാറ്റാൻ തലവെട്ടിക്കളയുന്ന ചികിത്സാ മാർഗം. ഏത് ഗുരുവാണ് നിങ്ങൾക്കിത് ഉപദേശിച്ചു തന്നത്? ഗുരുവല്ല, ഗുരുക്കൾ. ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യയും അതിനവർക്ക് കൂട്ടുനിന്ന ജാരനും. ആ പേര് ഉച്ചരിക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരുവനാണ് ശശി. തന്റെ കാമുക അന്യന്റെ ഭാര്യയായി കഴിഞ്ഞാൽ അവളെ സഹോദരിയായി കാണാനും സ്നേഹിക്കാനും കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചവനാണ് ശശി. സഹോദരി കൊള്ളാം. നിന്നെ അകത്ത് പറഞ്ഞയച്ച ശേഷം വെളിയിൽ കാത്തു നിൽപ്പില്ലേ ആ സഹോദരൻ? ഒന്ന് വിളിക്കവനെ.
വിളിച്ചാൽ ഇനി ഒരിക്കലും അദ്ദേഹം ആ വിളി കേൾക്കത്തില്ല. തൊട്ടടുത്ത ചുടുകാട്ടിൽ ഉറങ്ങുകയാണ് എന്റെ സഹോദരൻ. നിങ്ങളുടെ ഭാര്യയെ പോറ്റാൻ, നിങ്ങളുടെ കുഞ്ഞിന് വെളിച്ചം കാട്ടാനാണ് അദ്ദേഹം സ്വയം ബലിയർപ്പിച്ചത്. അവൻ മരിച്ചു. നിങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല, വീണ്ടും എന്നെ ഭാര്യയെ സ്വീകരിക്കണേ എന്ന് അപേക്ഷിക്കാനുമല്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കി എന്റെ സഹോദരന്റെ ആത്മാവിനെങ്കിലും സ്വസ്ഥത നൽകാനാണ്. എന്റെ ശ്രമം വിഫലമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എഞ്ചിനീയർ സാറേ, നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും തുറക്കുകയില്ല. നിങ്ങളുടെ ഈ മുഖം ഇനി ഒരിക്കലും ഞാൻ കാണാതിരിക്കട്ടെ. സാറേ, നമ്മളെല്ലാം പുറത്തൊന്നും കേൾക്കുകയായിരുന്നു. ആ കുഞ്ഞും ശശി സാറും ഇവിടെ എങ്ങനെ കഴിഞ്ഞതെന്ന് സാറിന് അറിയാമോ? ആങ്ങളിയും പെങ്ങളുമായിരുന്നു സാറേ അവർ. അങ്ങനെയാണ് സാറേ മരിക്കുന്നവരെ ആ കുഞ്ഞും ശശി സാർ ഇവിടെ ജീവിച്ചത്. അവരെപ്പറ്റി അപവാദം പറഞ്ഞാൽ പടച്ചവൻ പോലും സഹിക്കില്ല സാറേ. മമതേ, എനിക്ക് തെറ്റിപ്പോയി മമതേ. നീയാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എനിക്ക് മാപ്പ് തരൂ. മാപ്പ് ചോദിക്കേണ്ടത് നമ്മളോടല്ല, ആ പാവപ്പെട്ട കുഞ്ഞിനോടാണ്. എവിടെയാണ് അവൾ താമസം? വരി, നമ്മൾ കാണിച്ചു തരാം. ആ, ഇതാണ് വീട്. മിനി, മിനി, മിനി. മിനിയെ കാണുന്നില്ല. മിനി ഇങ്ങോട്ട് വരുന്ന കണ്ടോണ്ടാണ് ഞാൻ കുഞ്ഞിന് പാലെടുക്കാൻ പോയത്. തിരിച്ചു വന്ന് നോക്കിയപ്പോ മിനിയുമില്ല, തൊട്ടിൽ കിടന്ന കുഞ്ഞുമില്ല. പിന്നെ അവൾ എവിടെ പോയി? പടച്ചോനെ, വല്ല അവിവേകം കാണിക്കൂ. വാ മമതേ. മമത ഈ വഴി പോയി നോക്ക്, ഞാനിതിലേ പോകാം. മിനി, മിനി. മിനി. മിനി.
മിനി മിനി എന്റെ മിനി സന്ധ്യ വന്ദനം വന്ദനം